എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കയറിയിരുന്നോ കസേര ഫുഡിൽ ഒഴിഞ്ഞ് കിടക്കുന്ന ഞാൻ അവിടെ ഇരിക്കില്ല, കയറിയിരുന്നോ ബാക്കി ഒരു കയറിയിരിക്കും. എന്നെ പരിചയപ്പെടുത്തി ഡോക്ടർ രാജൻ പ്രകൃതി ചികിത്സ എന്ന മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പേര് എനിക്ക് പരിചയമില്ലാത്തവരുണ്ട്. ഇവിടെ പരിചയപ്പെടുന്നതിന് വലിയ പ്രസക്തിയില്ല. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ലോകം മുഴുവൻ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളെ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ വളരെ മോശമായ ഒരു അന്തരീക്ഷമാണ്. എനിക്കൊന്നും കേരളത്തിൽ അത്ര മോശമായ ഒരു അന്തരീക്ഷമില്ല. നമ്മൾ കുറച്ചും കൂടി ഒരു കെട്ടുറപ്പോടുകൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, എല്ലാ മേഖലയിലെ ആളുകളും പറയുന്ന, മെഡിക്കൽ പ്രൊഫഷണൽ ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് പ്രതിരോധം. എന്താണ് പ്രതിരോധം? പ്രതിരോധത്തിന് ഇംഗ്ലീഷിൽ ഡിഫൻസ് എന്ന് പറയും. ഡിഫൻസ് കേട്ടില്ലേ? ഡിഫൻസ്. ഞാൻ ഡിഫൻസിലായിരുന്നു. സാറ് ഡിഫൻസിലായിരുന്നു. എയർഫോഴ്സോ ആർമിയാണോ? ആർമിയിലായിരുന്നു. ഓക്കെ. അപ്പൊ ഡിഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധം. ആർക്കെതിരെയാണ് പ്രതിരോധം? ഇന്ത്യൻ ഡിഫൻസ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യയുടെ അതിർത്തിയിൽ കുറെ രാജ്യങ്ങളുണ്ട്. ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. അവരെ നമ്മുടെ ഉള്ളിലോട്ട് കയറ്റാതിരിക്കാനുള്ള പ്രതിരോധം നടത്തുന്ന ആളുകളാണ് ഡിഫൻസ് പേഴ്സണൽ, പട്ടാളക്കാർ അല്ലെങ്കിൽ സോൾജർ എന്ന് പറയും. അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ സാറിന്റെ പേര്? എന്താ പേര്? ദേശീയ ആരോഗ്യ വന്നിരിക്കുന്നത്. ഓക്കെ, ആരും വേണം സുഹൃത്തിരുന്നോളൂ. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഞാനോട് ബിസിനസിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ ബിസിനസ് വലിയ ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ദേശത്തിനെ, നമ്മുടെ രാഷ്ട്രത്തിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോ ഇവിടെ ഇന്ത്യൻ പട്ടാളമുണ്ട്, ഇവിടെ ചൈനക്കാരുടെ പട്ടാളമുണ്ട്, ഇവിടെ പാകിസ്ഥാനി പട്ടാളമുണ്ട്, ഇവിടെ ബംഗ്ലാദേശി പട്ടാളമുണ്ട്. ഇവർക്ക് എപ്പോ വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാം. എപ്പോഴും നമ്മുടെ ഡിഫൻസ്, നമ്മുടെ പ്രതിരോധം വീക്കാണ്, അല്ലേ? നമുക്ക് എപ്പോ വേണമെങ്കിലും അവരെ തുരത്തി ഓടിക്കാൻ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആണെങ്കിൽ. ഇതേപോലെയാണ് നമ്മുടെ ബോഡി. നമ്മുടെ ബോഡി, ശരീരം എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ ഒരു ആശയം എന്നല്ല, മഹത്തായ ഒരു അത്ഭുതത്തില് കോടിക്കണക്കിന് ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്. ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോ നമ്മുടെ ശരീരം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ അപ്പൊ ഇതിനൊക്കെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡീസ് ഉണ്ട്. ഓക്കെ, ആ പ്രതിരോധ ശേഷിയുണ്ട്. ആ പ്രതിരോധ ശേഷിക്ക് ഇവിടെ നമ്മൾ മലയാളത്തിൽ പ്രതിരോധം എന്ന് പറയും. ഇതിനെ മലയാളത്തിന്റെ അർത്ഥത്തിൽ പറയും. നമ്മുടെ ശരീരത്തിൽ വരുന്ന പ്രതിരോധത്തിനെ നമ്മൾ പറയുന്നതാണ് ഇമ്മ്യൂണിറ്റി. എന്താ പറയാ? ഇമ്മ്യൂണിറ്റി. അറിയാലോ, ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീന, വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? പ്രതിരോധ ശേഷി. അപ്പൊ ഇമ്മ്യൂണിറ്റി ലെവൽ കുറഞ്ഞാൽ എന്താ? ഇമ്മ്യൂണിറ്റി ലെവൽ നമ്മുടെ ശരീരം ഒരു തുണി തരും. എടാ, ഒരു തുണി തരും. ഈ സാധനത്തിൽ കളയോട്ടോ, അതൊക്കെ ബോർഡ് കേൾക്കുകയും. ഓക്കെ, സോ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയാണ്. ഈ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി എത്ര കൂടുന്നു അത്രയും നമ്മൾ സേഫ് ആയിരിക്കും. ഒരു അസുഖം നമ്മളെ ബാധിക്കില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ തുടങ്ങുമ്പോൾ ആളുകൾക്ക് പനി വരാറുണ്ട്. പനി ബാധിച്ചിട്ട് ആളുകൾ മരിക്കാറുണ്ട്. പനി ബാധിച്ചിട്ട് മരിക്കുന്ന ആളുകളുള്ള വീടുകളിലും പനി വരാത്ത ആളുകളില്ല. അപ്പൊ പനി വരുന്ന ആളുകളും പനി വരാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ വ്യത്യാസമാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി. ഇത് നാച്ചുറലി കിട്ടുന്നതാണ്. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ നാച്ചുറലി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ. 2 കുട്ടികളും പ്രതിരോധ ശേഷി 2 തരത്തിലായിരിക്കും. ചില കുട്ടികൾ ഒന്ന് ചെറിയൊരു വെതർ ചേഞ്ച് ഉണ്ടെങ്കിൽ ശരീരത്തിലെ അസുഖങ്ങൾ വരും. ചില കുട്ടികൾ തീരെ വരില്ല, അല്ലേ? പല വീടുകളിൽ പല അമ്മമാരും പറയുന്നത് മൂത്തൊരു തീരെ ആരോഗ്യമില്ല, താഴെയുള്ളവർ നല്ല ആരോഗ്യമില്ല. എന്താ കാരണം? ഈ ആരോഗ്യം ഉണ്ടെന്ന് പറയുന്ന കാരണം എന്താ? ഏത് വൈറസ് വന്നാലും, ഏത് ബാക്ടീരിയ വന്നാലും, ഏത് ഫംഗസ് വന്നാലും നമ്മുടെ ശരീരത്തിനെ ബാധിക്കില്ല. അപ്പൊ ഇമ്മ്യൂണിറ്റി പവർ കൂടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം. ഗുഡ് ഫുഡ് ഗീവ്സ് ഗുഡ് ഹെൽത്ത്, അല്ലേ? ഗുഡ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നല്ല ഭക്ഷണം എവിടുന്നാ കിട്ടുക? പ്രകൃതി കിട്ടും. നാച്ചുറൽ ആയിട്ടുള്ള ഗുഡ് ഫുഡ് മീൻസ് ദ നാച്ചുറൽ ഫുഡ്. അതിന് നമുക്ക് വീട്ടൊന്നും പറഞ്ഞിരിക്കാം. നാച്ചുറൽ ഫുഡ്. നാച്ചുറൽ ഫുഡിൽ നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാം ഉണ്ട്. എന്തൊക്കെയുണ്ട്? വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട്, ഡയറ്ററി ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഇതെല്ലാം കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ വന്നാൽ അത് നാച്ചുറൽ ഫുഡാണ്. നാച്ചുറൽ ഫുഡ് കിട്ടിയാൽ ഗുഡ് ഫുഡ് എന്ന് നമുക്ക് പറയാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കിട്ടും. ഇതിനെ നമുക്ക് വിശദമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വൈറ്റമിൻസ് പലതരത്തിലുണ്ട്. വൈറ്റമിൻസിന് മലയാളം എന്താ പറയാ? ജീവകം.
വിറ്റാമിൻസ് എന്നുള്ളത് ഇംഗ്ലീഷിലെ മലയാളത്തിൽ പറയുന്നത് ശരിക്കുള്ള മലയാളം ജീവകം. ജീവകം എ. വൈറ്റമിൻ എ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി മെയിനായിട്ട് നഷ്ടപ്പെടും. വൈറ്റമിൻ ബി കുറഞ്ഞാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ബ്രെയിൻ ഡിസോർഡർ ഉണ്ടാവും. വൈറ്റമിൻ സി പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക, 2 തവണ നോട്ട് ചെയ്യുക, 3 തവണ നോട്ട് ചെയ്യുക. വൈറ്റമിൻ സി കുറഞ്ഞാൽ എന്ത് കുറയും? നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. വൈറ്റമിൻ സിക്ക് കൂടുതൽ കിട്ടുന്ന ഭക്ഷണം ഏതാ? നെല്ലിക്ക. പണ്ട് പഠിച്ചതോ ഇപ്പൊ പഠിച്ചതോ? പണ്ട് പഠിച്ചതോ ഇപ്പൊ പഠിച്ചതോ? പണ്ട് പഠിച്ച് നിങ്ങൾക്ക് ഓർമ്മയിൽ നിങ്ങളുടെ മെമ്മറി വളരെ നല്ല, നിങ്ങൾ DHA ചോറിന്റെ വീട്ടിൽ കഴിക്കേണ്ട ആവശ്യമില്ല. നെല്ലിക്ക അറിയപ്പെടുന്നത് തന്നെ വൈറ്റമിൻ സി ടാബ്ലറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇഷ്ടംപോലെ നെല്ലിക്ക തിന്നണം. എങ്ങനെ തിന്നണം? ഉപ്പിലിട്ട് തിന്നണം. പിന്നെ എങ്ങനെ? അച്ചാറുണ്ടാക്കി തിന്നണം എന്നല്ല ഞാൻ പറഞ്ഞത്. എങ്ങനെ കഴിക്കേണ്ടത്? പച്ചക്ക് തിന്നണം. കടയിൽ പോകുമ്പോൾ 2 തരത്തിൽ നെല്ലിക്ക കാണും. കാണാൻ ഭംഗിയുള്ള മുഴുത്ത നെല്ലിക്ക കാണും, ഒട്ടും കാണാൻ ഭംഗിയില്ലാത്ത ചൂട്ടും പാടുള്ള കൊച്ചു നെല്ലിക്ക കാണും. ഗുരുവായൂരുകാർ ഏത് നെല്ലിക്ക വാങ്ങിക്കും? സാധാരണ സത്യം പറഞ്ഞാൽ മതി, അതാ വാങ്ങിക്കാം. അതാ പറഞ്ഞത്, നമ്മള് കാണാൻ ഭംഗിയുള്ള നല്ല നെല്ലിക്ക അത് ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ട് യാതൊരു ഗുണമില്ല. സാധാരണ ചെറിയ നെല്ലിക്ക വാങ്ങി, നാടൻ നെല്ലിക്ക വാങ്ങി അതിന്റെ കുരു കളഞ്ഞ് മിക്സിയിൽ ഇടിച്ചു പിഴിഞ്ഞതിന് ജ്യൂസ് എടുത്ത് ആ നെല്ലിക്കയുടെ ജ്യൂസില് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നിങ്ങൾ റെഗുലർ ആയിട്ട് കഴിച്ചോളൂ. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗം കരുതും. ഞാൻ ഓർമ്മ എന്താ ചെയ്യേണ്ടത്? മധു എന്താ ചെയ്യേണ്ടത്? പറയൂ, എന്താ ചെയ്യേണ്ടത്? കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. നെല്ലിക്ക കുത്തി പിഴിഞ്ഞ് 10-12 നെല്ലിക്ക കുരു കളഞ്ഞ്, നാടൻ നെല്ലിക്ക കുരു കളഞ്ഞ് അത് ഇടിച്ചു പിഴിഞ്ഞ് ആ നീരിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് രാവിലെ വൈകിട്ടും കഴിച്ചോളൂ. എല്ലാ പ്രതിരോധ ശേഷിയും ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധിക്കില്ല. വേറെ ഒരു രോഗം നിങ്ങളുടെ 7 അയൽക്കത്ത് വരില്ല, നിങ്ങളുടെ അയൽക്കാർക്കും വരില്ല. നിങ്ങൾ കുടിച്ചാൽ. ഹലോ, ചൂട് കൂടിയത് കൊണ്ടാണോ മീനമാസമായത്? ആണോ? അതുകൾ അനങ്ങാണ്ടിരിക്കുക, നല്ല ചൂടുള്ള ടൈമാണ്. അപ്പോ മഞ്ഞളും നെല്ലിക്കയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കിട്ടാത്ത യാതൊരു തരത്തിലുള്ള മീൻസ് നമ്മുടെ ബോഡിയിലുള്ള 100% നെല്ലിക്ക കിട്ടും. ഇനി നെല്ലിക്ക നിങ്ങൾക്ക് തിന്നാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നെല്ലിക്ക തിന്നണ്ട, പകരം എന്ത് ഉപയോഗിച്ചാൽ മതി? നമ്മുടെ ചവനപ്രാശം ഉപയോഗിച്ചാൽ മതി. എന്താ ചവനപ്രാശത്തിന്റെ പ്രത്യേകത? ഇതിന് മെയിൻ കണ്ടന്റ് നെല്ലിക്കുന്ന ചവനപ്രാശത്തിൽ 16ഓളം ചേരുവകളുണ്ട്. പ്രധാനമായ 4 ചേരുവ, അതിലൊന്നാണ് നെല്ലിക്ക. രണ്ടാമതാണ് സഫേദ് മുസ്ലി അല്ലെങ്കിൽ നിലപ്പൻ. മൂന്നാമതാണ് തേൻ, മെയിൻ ആയിട്ടുള്ളതാണ് തേൻ. നാലാമത്തതാണ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിട്ടുള്ള നെല്ലിക്ക, കുങ്കുമപ്പൂ, സഫ്രോൺ, കുങ്കുമപ്പൂ. അർജുൻ എവിടെ നീ? ഈ 2 പേര് പിന്നെ കളയാണ് കേട്ടോ. നിങ്ങൾ തിരിച്ചു വെക്കരുത്. തിരിച്ചു വെച്ചാൽ ഞാൻ വീണ്ടും എടുത്ത് ബാഗിലിടും, നിങ്ങൾ കൂട്ടി വെക്കണ്ടേ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ നെല്ലിക്ക കിട്ടുന്നുണ്ടെങ്കിൽ നെല്ലിക്ക കുത്തി പിഴിഞ്ഞാൽ നീര് കഴിച്ചോളൂ. ഇനി കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് കഴിച്ചോളൂ. കൂടുതൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ചവനപ്രാശം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെയുണ്ടത്? അടിപൊളി. എന്താ ടേസ്റ്റ് പറയാം, കഴിച്ചോണ്ടിരിക്കും അല്ലേ? ഷെജീന കഴിച്ചിട്ടില്ലേ? അടിപൊളിയല്ലേ? യെസ്. അപ്പൊ എപ്പോഴാ കഴിക്കുക? എങ്ങനെ കഴിക്കുക? പ്രതിരോധ ശേഷി കൂടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാം, അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ചവനപ്രാശം ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഏത് രോഗാവസ്ഥയുടെയും 2-3 നേരം കഴിക്കാം. അസുഖത്തിന്റെ തീവ്രത കൂടുതലാണെങ്കിൽ 3 നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 നേരം കഴിക്കാം. ഓക്കെ. അപ്പൊ പ്രതിരോധ ശേഷി കൂട്ടാൻ വൈറ്റമിൻ സി ധാരാളമുള്ളതാണ് നെല്ലിക്ക. പിന്നെ നെല്ലിക്കയിൽ ഒരു സാധനം ഉണ്ട് നമ്മുടെ. എവിടെയാണ് നെല്ലിക്ക? അമല കാൻഡി എവിടെ അമല കാൻഡി? ഇവിടെ ഉണ്ടോ? ഹലോ गीता मैडम, अमला कैंडी उണ്ടോ? अमला कैंडी है क्या? अगर है तो निकालो बाहर. നമ്മളില് നെല്ലിക്ക പ്രോസസ് ചെയ്ത നെല്ലിക്കയുടെ ചെറിയ കഷ്ണങ്ങളുണ്ട്, അതിന് അമല കാൻഡി എന്ന് പറയും. അതുകൊണ്ട് ഉണ്ടാക്കിയ മിഠായി. നെല്ലിക്കയുടെ പ്രത്യേകത വേറെ ഒരു ഭക്ഷ്യവസ്തുവും ഇല്ലാത്തതാണ്. അത് ഏത് സാഹചര്യത്തിൽ വന്നാലും അതിന്റെ ഗുണം കൂടുക ചെയ്യാം. നമ്മൾ പറയാറുണ്ട് പഞ്ചസാര ശരീരത്തിൽ മോശമാണ്, പക്ഷെ നെല്ലിക്ക പഞ്ചസാര മിക്സ് ചെയ്യുമ്പോൾ അത് മോശമല്ലാതെ ഗുണമാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ വഴിവെക്കൽ കാണുന്ന വലിയ ചില്ലുപരകളിൽ നെല്ലിക്കയും കുറച്ച് ചില സാധനം കിട്ടി വെച്ച് നിങ്ങൾ വിൽക്കാതിരിക്കണം. അതൊന്നും വാങ്ങി കഴിക്കണം. അതിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കണം. കിട്ടിയോ? കാൻഡി ഇല്ല, അമല കാൻഡി നെയ്യ്. അപ്പൊ അമല കാൻഡി ഇത് കാണിച്ചു കൊടുക്കേണ്ടത്, കഴിക്കാൻ കൊടുക്കേണ്ടത്. അമല കാൻഡി 2-3 ഡെയിലി നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതിലെന്തുണ്ട്? നമുക്ക് നെല്ലിക്കയുണ്ട്. അപ്പൊ വൈറ്റമിൻ സി ഇതല്ലാണ്ട് നമുക്ക് കിട്ടുന്ന നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ഭക്ഷ്യവസ്തുക്കളുണ്ട്. അത് ഏതൊക്കെയാണ് കിട്ടുന്നത്? വൈറ്റമിൻ സി, വൈറ്റമിൻ സി കിട്ടുന്നത് ഏതാ കിട്ടുന്നത്? ഷജീന? വൈറ്റമിൻ സി കിട്ടുന്നത് നെല്ലിക്കയിൽ 2-3 നെല്ലിക്ക കഴിക്കുക, 1 ദിവസം 2 നേരം കഴിക്കുക. 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 1 ദിവസം 2 നേരം കഴി
വൈറ്റമിൻ സി കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? എല്ലാ തരത്തിലുള്ള പുളിയുള്ള പഴങ്ങളിൽ നമുക്ക് എന്ത് കിട്ടും? പുളിയുള്ള പഴങ്ങളിൽ മുഴുവൻ നമുക്ക് എന്ത് കിട്ടും? വൈറ്റമിൻ സി കിട്ടും. എന്തൊക്കെയാ കിട്ടുക? നാരങ്ങ, പിന്നെ മാതള നാരങ്ങ, പിന്നെ പൈനാപ്പിൾ, പിന്നെ മാംഗോസ്റ്റീൻ, പിന്നെ ഓറഞ്ച്, പിന്നെ മൂസാമ്പി, ഇതൊക്കെ കഴിക്കും, ഇഷ്ടംപോലെ കഴിക്കും. അപ്പൊ വൈറ്റമിൻ സി കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുളിയുള്ള പഴങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ നെല്ലിക്ക പോലുള്ളത്. അപ്പൊ ഈ സമയത്ത് ചൂടുള്ള സമയത്ത് വളരെ നല്ലതാണ്. എപ്പോ കഴിക്കാം? രാവിലെ കഴിക്കാം, വൈകിട്ടും കഴിക്കാം. ഓക്കെ. വൈറ്റമിൻ സി എ, ബി, സി. വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഫുഡ് സപ്ലിമെന്റുകൾ ഉണ്ട്. അതിലൊന്നാണ് ന്യൂട്രിചാർട്ട്, പിന്നെ ന്യൂട്രിചാർട്ട്. ന്യൂട്രിചാർട്ട് ഒരു പുരുഷന്റെ ശരീരത്തിന് സാധാരണ എത്ര വൈറ്റമിൻ സി വേണം? സാധാരണ നല്ല ഐഡിയ ഉണ്ട്. ഒരു പുരുഷന്റെ ശരീരത്തിൽ സാധാരണഗതിയിൽ മിനിമം 40 മില്ലിഗ്രാം വൈറ്റമിൻ സി വേണം. സ്ത്രീയുടെ ശരീരത്തിലും അത് വേണം. ഗർഭിണികളാണെങ്കിൽ അത് കൂടുതൽ വേണം, കുട്ടികളാണെങ്കിൽ അത്ര വേണ്ട, കുറച്ച് കുറവായാലും കുഴപ്പമില്ല. ഈ രണ്ടിലും എത്രയുണ്ട്? സാധാരണ കണ്ണിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഒന്ന് നോക്കൂ, ഇത് സ്ത്രീകൾക്കുള്ളതാണ്. അത് എത്ര വൈറ്റമിൻ സി ഉണ്ട് നോക്കൂ. മാഡം ഈ വീട്ടിൽ അങ്ങനല്ലേ? ഇവിടെ വന്നിരിക്കും. നിങ്ങൾ കേൾക്കണ നിങ്ങൾ ബേസിക്കലി നഴ്സല്ലേ, BSc നഴ്സല്ലേ? ഇവിടെ വന്നിരിക്കും. നോക്കിയിട്ട് പറയും. വൈറ്റമിൻ സി എത്രയുണ്ടെന്ന് പറയും. വൈറ്റമിൻ സി ഹൗ മച്ച് ഇറ്റ് ഈസ്? വെച്ച് നോക്കേണ്ടി വരും. ഈ രണ്ടിലും എത്രയുണ്ട്? 40 മില്ലിഗ്രാം ഉണ്ട്. അപ്പോ വൈറ്റമിൻ സി എവിടെ കിട്ടുക? പ്രതിരോധ ശേഷി കൂട്ടണമെങ്കിൽ എന്ത് വേണം? വൈറ്റമിൻ സിയുടെ ഭക്ഷണം കഴിക്കണം, നാച്ചുറൽ ആയിട്ട് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിക്കാം. വൈറ്റമിൻ സി നമുക്ക് കിട്ടുന്ന വേറെ പ്രധാനപ്പെട്ട, ഇതൊക്കെ മുതിർന്നവർക്കുള്ളതാണ് അല്ലെ? കുട്ടികൾക്ക് കിട്ടുന്ന വൈറ്റമിൻ സി കിട്ടുന്ന ഒന്നുണ്ട്. ഇതില് ഒന്ന് നോക്കിയിട്ട് പറയും വൈറ്റമിൻ സി അളവ് കറക്റ്റ് ആയിട്ടെന്ന് പറയും. വൈറ്റമിൻ സി അതിൽ കൊടുത്തിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. A, B, C. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. എവിടുന്ന് കിട്ടുക? സൂര്യപ്രകാശം കിട്ടും. വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ എവിടുന്ന് കിട്ടും? വൈറ്റമിൻ ഇ ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. എന്താണ് ആന്റി ഓക്സിഡന്റ്? ആന്റി ഓക്സിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വൈറ്റമിൻ സി ഓക്കെ 10 ഗ്രാമില് 4 mg ഉണ്ട്. കുട്ടികൾക്ക് അത് മതി. ഓക്കെ. അപ്പൊ വൈറ്റമിൻ ഇ നമുക്ക് ഏറ്റവും കൂടുതൽ എവിടുന്നാ കിട്ടുക? വൈറ്റമിൻ ഇ ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ് വൈറ്റമിൻ ഇ. മാത്രമല്ല സ്കിന്നിന് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ ഇ. ചില ആളുകൾ തൊലിയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നതിന്റെ കാരണം ശരീരത്തിൽ വൈറ്റമിൻ ഇ കുറയുന്നതാണ്. അപ്പൊ ആന്റി ഓക്സിഡന്റ് മാഡം എന്താ പേര്? ഇന്നോളൂ എഡിക്കുന്നു വേണം. ആന്റി ഓക്സിഡന്റ് എന്താ ചെയ്യുന്നത്? നിങ്ങളാണ് കൂടുതൽ പറയാൻ ഏറ്റവും നല്ല ആള് നിങ്ങളാണ്. പറഞ്ഞോളൂ. ഇനി ഐഡിയ? ഓക്കെ. ആന്റി ഓക്സിഡന്റ് ബേസിക്കലി ആന്റി ഓക്സിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തെന്നിത്തെറിച്ച് വരുന്ന ചില ഒറ്റപ്പെട്ട ഓക്സിജൻ ആറ്റങ്ങളെ നശിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഘടകമാണ് ആന്റി ഓക്സിഡന്റ്. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഉള്ള ഒരു സാധനമുണ്ട്. അതാണ് നമ്മുടെ ഈ ഓയിൽ. ഈ എണ്ണ ഫുൾ ഓഫ് വൈറ്റമിൻ ഇ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളെന്താ ചെയ്തത്? കുടിച്ചു. രാവിലെ ഒരു സ്പൂൺ കഴിച്ചു, വൈകിട്ട് ഒരു സ്പൂൺ കഴിച്ചു. നിങ്ങൾ കഴിക്കാറുണ്ടോ? You start doing it and you will get the results. You start doing it. Okay. So ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഉള്ളതാണ് നമ്മുടെ ഈ പറയുന്ന റൈസ് ബ്രാൻ ഓയിൽ. വൈറ്റമിൻ ഇ മാത്രം വേറെ ഇഷ്ടംപോലെ കണ്ടന്റുകൾ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ A, B, C, D, E. പിന്നെ ഒന്നുണ്ട് K. വൈറ്റമിൻ കെ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ എല്ലുകൾക്കാണ്. പിന്നെ വേണ്ടതാണ് നമ്മുടെ രക്തം കട്ടയാവാനുള്ള ആവശ്യമാണ്. അപ്പൊ ഇഷ്ടംപോലെ വൈറ്റമിൻസ് ഉള്ള ഭക്ഷണം കഴിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? സിമ്പിളാണ്, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോ നെല്ലിക്ക, മഞ്ഞൾപ്പൊടി, ചവനപ്രാശം പ്ലസ് റൈസ് ബ്രാൻ ഓയിൽ. ക്ലിയർ? ഇനി രണ്ടാമത്തെ ഞാനിത് മായ്ക്കുകയാണ്. രണ്ടാമതാണ് മിനറൽസ്. മിനറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തില് ധാതുക്കൾ. അതിൽ ഇഷ്ടംപോലെ ധാതുക്കളുണ്ട്. അതിൽ ഒന്നാമതാണ് അയൺ. ഇനി ശ്രദ്ധിച്ചോളൂ, നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഇമ്മ്യൂണിറ്റിയാണ്. അയൺ നമ്മുടെ ശരീരത്തിൽ എവിടുന്നാ കിട്ടുക? ഏറ്റവും കൂടുതൽ ഇലക്കറികൾ, ലീഫി വെജിറ്റബിളിൽ നിന്നാണ് നമുക്ക് അയൺ കിട്ടുക അല്ലെ? ഏറ്റവും കൂടുതൽ അയൺ കിട്ടുക ഇലക്കറികളിൽ നിന്നാണ്. അപ്പൊ ഈ അയൺ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ കുറയും. ഹീമോഗ്ലോബിൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് അയൺ ആൻഡ് പ്രോട്ടീൻ. അയണും പ്രോട്ടീനും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ. നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിലൂടെ കൊണ്ടുപോകാനുള്ള ഓക്സിജന്റെ അളവ് കുറയും. കാരണം HB ബേസിക്കലി ഒരു കാരിയർ അല്ലെങ്കിൽ ഒരു വാഹകനാണ്. നമ്മുടെ ശരീരത്തിലെ
ദഹനത്തിന് ശേഷം കോശങ്ങളിലോട്ട് ഈ സാധനങ്ങൾ എത്തിക്കുന്ന ഒരു വാഹകൻ അല്ലെങ്കിൽ ഒരു കാരിയറാണ് HP. ഈ HP കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ ലെവൽ കുറയും. ഓക്സിജന്റെ ലെവൽ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളായ HDL കുറയും. HDL കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയും. പ്രതിരോധ ശേഷി കുറയുമ്പോൾ നമുക്ക് അസുഖം. അപ്പൊ എന്ത് ചെയ്യണം? ധാരാളം അയനുള്ള ഭക്ഷണം കഴിക്കും. എന്ത് ചെയ്യണം? അയൻ എവിടുന്ന് കിട്ടുക? ധാരാളം ഇലക്കറികൾ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇലകൾ കിട്ടും, ഇഷ്ടം പോലെ ഇല കിട്ടും. മാവിന്റെ പ്ലാവിന്റെ തെങ്ങിന്റെ ഇലവഴി എല്ലാം കഴിച്ചൂടെ? കഴിക്കാറുണ്ടോ? അതൊന്നുമില്ല, ശരിയല്ലേ? അപ്പൊ ഇലക്കറികൾ ധാരാളം കഴിക്കാം. മാത്രമല്ല ഈ അയൻ ധാരാളമുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഈ പറയാൻ ന്യൂട്രീഷൻ സപ്ലിമെന്ററി ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോ അയൻ അതുപോലെ തന്നെയാണ് മഗ്നീഷ്യം. അയൻ, മഗ്നീഷ്യം, കാൽഷ്യം, സിങ്ക്, ഫോസ്ഫറസ് ഇഷ്ടംപോലെ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്നതാണ് അയൻ. അപ്പൊ അയൻ എന്നുള്ള ഭക്ഷണം ഇലക്കറികൾ റെഗുലർ ആയിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് വല്ലതും കഴിക്കാറുണ്ട് ഇലക്കറികൾ? എത്ര കൊല്ലം മുമ്പ് ഏറ്റവും കൂടുതൽ കഴിച്ചത്? 10 കൊല്ലം മുമ്പ്. പോഷകങ്ങൾ നമ്മള് ഫാറ്റ് ഉള്ള ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ശരീരം സ്റ്റോർ ചെയ്ത് അങ്ങനെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ വൈറ്റമിൻസും മിനറൽസും ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ആവശ്യത്തിനുള്ളത് അന്നന്ന് കഴിക്കണം, അല്ലേ? സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഒരു ദിവസം 3 നേരം ഇലക്കറി കഴിക്കുമ്പോൾ 2 മാസം ഒന്നും കഴിക്കണം. എല്ലാം ഈ എന്താ പറയുക, ഒട്ടകം വെള്ളം കുടിക്കുമ്പോൾ മണലാറിനത്തിൽ വെച്ച് ഒട്ടകം വെള്ളം കുടിക്കുന്ന സമയത്ത് 2-3 മാസങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് എക്സാക്ട്ലി അറിയില്ല. അപ്പോ ഇത് പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നതാണ്. അപ്പൊ അയൺ ധാരാളം ഭക്ഷണം കഴിക്കും. ബുദ്ധിമുട്ടുള്ള കേസാണ് ഇലക്കറികൾ ധാരാളം കഴിക്കുക. ഏറ്റവും കൂടുതൽ നാച്ചുറലി നമുക്ക് കിട്ടാവുന്ന ഏറ്റവും എളുപ്പമുള്ളതാണ് എന്തിന്റെ മുരിങ്ങയുടെ ഇഷ്ടംപോലെ കഴിക്കുക. ഓക്കെ, അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. അപ്പോ വൈറ്റമിൻസും മിനറൽസും ആയി ഫൈബറസ് ഫുഡ് കഴിച്ചാൽ എന്താണ്? ആന്റി ഓക്സിഡന്റ് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഡയറ്ററി ഫൈബർ അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം. അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടോ? ഉണ്ടോ? നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കാറുണ്ടോ? എന്താ കഴിച്ച് പറയും. നിങ്ങൾ കഴിച്ചാൽ എത്ര നാരുണ്ട് ഞാൻ പറഞ്ഞു പറയും. ചോറിൽ നാരൊന്നുമില്ല, അല്ലെ? നാര് മൊത്തം മാറ്റിയ സാധനം ഈ കൊഴുങ്ങലില്ലേ കഴിക്കുന്നത്. കഴിച്ചാൽ നാരൊന്നുമില്ല, വേവിച്ചു കഴിഞ്ഞാൽ നാര് മുഴുവൻ പോകും. പോകയാക്കാം. നിങ്ങളെന്താ കഴിച്ചത്? ബിരിയാണി. നമ്മുടെ ബിരിയാണി അതിൽ നാരുണ്ട്. നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിൽ 3 പ്രത്യേകതകളുണ്ട്. പച്ചയായ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, ഇതിലൊക്കെ ധാരാളം ഉണ്ട്. വേവിക്കാത്ത എല്ലാത്തിലും ഇഷ്ടം പോലെ ഫൈബർ ഉണ്ട്. 3 ഗുണങ്ങൾ കിട്ടും. ഒന്ന്, ശ്രദ്ധിച്ചോളൂ, എന്തുകൊണ്ട് നമ്മളിത് കഴിക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന്റെ പ്രസക്തിയാണ് നമ്മൾ പറയുന്നത്. നാരുകളുടെ ഭക്ഷണത്തിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താണ്? അത് നമ്മുടെ ശരീരത്തിലെ ദഹനം നന്നാക്കും. ഓക്കെ, ഒന്നാമത്തെ ബെനിഫിറ്റ് നാരുകളുടെ ഭക്ഷണം ധാരാളം കഴിച്ചാൽ നമ്മുടെ ദഹനം നന്നാവും. രണ്ടാമത്തെ ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയും, തടി കുറയാൻ നല്ലത്, ഫാറ്റ് കുറയാൻ നല്ലതാണ്. മൂന്നാമത്തത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂടും. എങ്ങനെയാണ് നാരുകളുടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ പ്രതിരോധ ശേഷി കൂടുക? കാരണം നാരുകളടങ്ങിയ ഭക്ഷണം മുഴുവൻ ആൽക്കലി നാച്ചറാണ്. ആൽക്കലി നാച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷാരഗുണത്തിലുള്ളതാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും എന്ത് ഗുണമാണ്? അമ്ല ഗുണമാണെങ്കിൽ ആസിഡ് നാച്ചർ ഉള്ളതാണ്. ഇപ്പൊ രക്തം എപ്പോഴാണോ ക്ഷാരഗുണത്തിലോട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂടും, ഓട്ടോമാറ്റിക്കലി അസുഖം നമുക്ക് ബാധിക്കും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? നാരുകളുള്ള ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇന്ന് മുതൽ ചെയ്യാൻ, നാളെ തൊട്ടാവാൻ വെയിറ്റ് ചെയ്യണ്ട. ഇന്ന് മുതൽ ചെയ്യാൻ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ഭക്ഷണം വിളമ്പുന്ന പാത്രമാണെങ്കിൽ ചോറിന്റെ അളവ് കുറച്ചോളൂ, ബിരിയാണിയുടെ അളവ് കുറച്ചോളൂ, പുഴുങ്ങലിൽ ചോറിന്റെ അളവ് കുറച്ച് 3-1 കുറയ്ക്കും. കറിയുടെ അളവ് കൂട്ടുക, 3-1 കറി. ഈ 3-1 വേവിക്കാത്ത പച്ചക്കറികൾ ഇഷ്ടം പോലെ ഉൾപ്പെടുത്തുക. മുളപ്പിച്ച ധാന്യങ്ങൾ ഉൾപ്പെടുത്തുക. ക്യാരറ്റ്, കുക്കുംബർ, ബീറ്റ്റൂട്ട്, കോവയ്ക്ക, തക്കാളി, മൂക്കാത്ത വെള്ളക്കായ, മുളപ്പിച്ച ചെറുപയർ. ഇത് റെഗുലർ ആയിട്ട് കഴിച്ചാൽ എന്തുണ്ടാവും? നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടോ? ചെയ്യാറുണ്ടോ? എവിടെ ഇയാളുടെ ഹസ്ബൻഡ് അവിടെ? എന്താ ഉറങ്ങണമല്ലേ? ചുമയാണോ? ഓക്കെ, അപ്പൊ നാച്ചുറൽ ഫുഡ് കഴിക്കുമ്പോൾ വൈറ്റമിൻസ് കഴിച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. മിനറൽസിന് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ളത് ആന്റി ഓക്സിഡന്റ് ഞാൻ പറഞ്ഞു, വൈറ്റമിൻ ഇ. പിന്നെയുള്ളതാണ് ഡയറ്ററി ഫൈബർ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും അവസാനത്തമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രോട്ടീൻ? എന്തുട്ടാ സാധനം? നമ്മുടെ തൃശ്ശൂർക്കാർ ചോദിക്കില്ലേ എന്തുട്ടാ? എന്താ പ്രോട്ടീൻ? ഞാൻ എന്തൊരു പഠിച്ചു മതി.
പറയൂ എന്താണ് ഈ പ്രോട്ടീൻ? ഇതിന് മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ നാച്ചുറൽ ഫുഡാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നതെങ്കിൽ ആ നാച്ചുറൽ ഫുഡ് കിട്ടുന്ന കുറെ സംവിധാനങ്ങളിലുണ്ട്. എന്താണ് പ്രോട്ടീൻ? സാർ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ അല്ലേ? എന്താ സാറിന്റെ പേര്? മാധവൻ. സാർ എന്താ ഇതിൽ വർക്ക് ചെയ്യുന്നത്? ഞാൻ സാധാരണയായിട്ട് വർക്ക് ചെയ്യുന്നത്, വേറെ എന്തൊരു വർക്ക് ചെയ്യണമെന്നില്ല. സത്യന്റെ ഫ്രണ്ടാണ്. പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ബോഡി ബിൽഡിംഗ് ബ്ലോക്ക് ആണ് പ്രോട്ടീൻ. അത് മനസ്സിലാക്കാൻ വളരെ ലളിതമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കുന്നത് ബേസിക്കലി എന്തുകൊണ്ടാണ്? മണ്ണുകൊണ്ടാണ് ഒരു കെട്ടിടം ഉണ്ടാക്കുന്നത്. മണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട് കെട്ടിടം ഉണ്ടാക്കില്ല. മണ്ണുകൊണ്ട് എന്തുണ്ടാക്കും? നമ്മൾ ഇഷ്ടിക ഉണ്ടാക്കും, കട്ട ഉണ്ടാക്കും. ആ ഇഷ്ടിക കൊണ്ട് നമ്മൾ ചുമരുണ്ടാക്കും. ഈ ചുമര് കൊണ്ടാണ് നമ്മൾ ഒരു വീടുണ്ടാക്കുക. അപ്പൊ ഒരു വീടിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? മണ്ണ്. മണ്ണ് മോശമാണെങ്കിൽ ഇഷ്ടിക പൊടിഞ്ഞാൽ ചുമര് നിലംപൊത്തും, ചുമര് നിലംപൊത്തിയാൽ വീടില്ലേ. ഇതേപോലെയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകമാണ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കോടാനുകൂടി കോശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം കോശങ്ങളാണ്. ഓക്കെ, ഈ കോശങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ എല്ലുകളും അതുപോലെ തന്നെ പേശികളും അതുപോലെ തന്നെ അസ്ഥികളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ രണ്ടിനെ കൊണ്ടാണ് നമ്മുടെ ശരീരം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? പ്രോട്ടീൻ. പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടും? ഇറച്ചിന്ന് കിട്ടും. നല്ലപോലെ ഇറച്ചി കഴിച്ചോളൂ എന്ന് ഞാൻ പറയില്ലേ. ഇറച്ചിന്ന് കിട്ടും, ഫുഡിൽ കിട്ടും, പാലിന് കിട്ടും, ലിവറിൽ നിന്ന് കിട്ടും. പക്ഷേ ഇതൊക്കെ അനിമൽ പ്രോട്ടീനാണ്. ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത, ദീസ് ആർ ഓൾ അനിമൽ പ്രോട്ടീൻ. അനിമൽ പ്രോട്ടീൻ, ജന്തുജന്യമായ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ 100% അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ശരിയല്ല മേഡം? ഹലോ, ശരിയല്ല? യെസ്. അപ്പൊ ഇതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് സസ്യജന്യമായ പ്രോട്ടീൻ. അത് എവിടുന്ന കിട്ടുക? പയറുവർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടുക. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിക്ക് ഈസിലി അബ്സോർബ് ചെയ്യാവുന്നതാണ് മുളപ്പിച്ച ധാന്യങ്ങളിൽ അല്ലെങ്കിൽ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടും. നിങ്ങളങ്ങനെ കഴിക്കാറുണ്ടോ? എപ്പോഴേലും കഴിച്ച് കണ്ടിട്ടുണ്ടോ? തലേന്ന് വൈകുന്നേരം ഒരു സ്പൂൺ ചെറുപയർ നന്നായിട്ട് കഴുകി വെള്ളത്തിലിടുക, പിറ്റേന്ന് രാവിലെ ഊറ്റി വെക്കുക. വൈകുന്നേരം അപ്പോഴേക്കും മുള വരും. അതിൽ കുറച്ച് ക്യാരറ്റും കുക്കുമ്പറും ബീറ്റ്റൂട്ടും ഒക്കെ അരിഞ്ഞിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ട് വേണമെങ്കിൽ ചെറുനാരങ്ങയും പിഴിഞ്ഞ് വെച്ച് കഴിച്ചോളൂ. വയറ് നിറച്ച് കഴിച്ചോളൂ, ഏറ്റവും നല്ലതാണ്. അപ്പൊ ജന്തുജന്യമായ പ്രോട്ടീന് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. പകരം സസ്യജന്യമായ പ്രോട്ടീൻ നമുക്ക് കഴിക്കാം. ആരും എത്ര പേരുകളാണ് വേവിക്കാത്ത കുറച്ച് മുളപ്പിച്ച കാര്യങ്ങളൊക്കെ കഴിക്കുന്നവര്? കൈ ആയാലും പൊങ്ങിയതാവൂലെ? നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സിമ്പിൾ ആയിട്ടുള്ള കാര്യം, അത്ര വലിയ വിലയൊന്നും വരുന്നില്ല. കിട്ടും. അതിന് 400
50 ബിസിനസ് ഹോളുണ്ട്. 15 എണ്ണത്തിന് വരുന്ന വില 600 രൂപ. അതിന്റെ ബിസിനസ് ഹോളിന്റെ ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ വളരെ നിസ്സാര വിലയ്ക്ക് കിട്ടും. ഇതൊരു പൗച്ച് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ മിക്സ് ചെയ്ത് ഡെയിലി കഴിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പുരുഷന്മാർക്കുള്ള പൗച്ചുണ്ട്. അതിന്റെ കൂടെ ന്യൂട്രിചാർജ് മെൻ ഓർ വുമൺ റെഗുലർ ആയിട്ട് ഓരോന്ന് കഴിക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒരു 90% നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായി? 90% ഒഴിവാക്കാം. അതിൽ എന്തൊക്കെ കിട്ടുന്നുണ്ട്? അയൺ കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞൾപ്പൊടി, നമ്മുടെ നല്ല അടിപൊളി മഞ്ഞൾപ്പൊടി. ഇവിടെ മഞ്ഞൾപ്പൊടി ഉണ്ടോ? അതിന്റെ അടിയിലിരിക്കുന്നുണ്ട്. നല്ല പാലില്ലെങ്കിൽ പാലിൽ അല്ലെങ്കിൽ അത് ചൂട് മിക്സ് രാവിലെ വൈകിട്ട് അല്ലെങ്കിൽ 2 നേരം നിങ്ങൾ കഴിച്ചോളൂ. അത്ഭുതകരമായ റിസൾട്ട് കിട്ടും. അപ്പോ ഈ പ്രോട്ടീൻ പൗഡറും ന്യൂട്രിചാർജ് മെൻ ഓർ വുമണും അതുപോലെ നമ്മുടെ ചവനപ്രാശം കഴിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പോൾ പൗച്ചായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ഡപ്പകളുണ്ട്, 500 ഗ്രാമിന്റെ ഡപ്പ. ഇതാകുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ടുള്ള പൗച്ച് കിട്ടും. പ്ലസ് രണ്ടാമത്തെ ബെനിഫിറ്റ് നമുക്ക് യാത്രയിലൊക്കെ കൊണ്ട് നടക്കാം. ഒരു ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പൗച്ച് എടുത്ത് വെള്ളത്തിൽ സാധാരണ വെള്ളത്തായാലും കുഴപ്പമൊന്നുമില്ല, കലക്കി കുടിക്കാൻ പ്രശ്നമൊന്നുമില്ല. സോ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? സമ്മറൈസ് ചെയ്യാം. പ്രതിരോധ ശേഷി കൂടണമെങ്കിൽ എന്തൊക്കെ വേണം നമ്മുടെ ശരീരത്തില്? എന്തൊക്കെ വേണം? വൈറ്റമിൻ സി വേണം. പിന്നെന്താ വേണ്ടത്? അതെ, മെയിനായിട്ട് മറ്റെല്ലാം വേണം. വൈറ്റമിൻ സി വേണം. പിന്നെന്താ വേണ്ടത്? വൈറ്റമിൻ ഇ വേണം. ഇത് ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. പിന്നെ ഏത് മിനറൽസാ വേണ്ടത്? അയൺ വേണം അല്ലെ? പിന്നെന്ത് വേണം? ഡയറ്ററി ഫൈബർ വേണം. ഫൈബർ അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂടും. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കാര്യം ഓക്കെ, കുട്ടികളുടെ കാര്യം കൂടി നോക്കണ്ടേ? കുട്ടികൾക്ക് ഇവിടെ 4 പ്രധാനപ്പെട്ട ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ന്യൂട്രിചാർജ് കിഡ്സ് KIDS നോളജ്, ഇമ്മ്യൂണിറ്റി, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്മ്യൂണിറ്റി, ബോഡി ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രെങ്ത്. എന്താണ് ഇവിടെ പറഞ്ഞത്? പ്രതിരോധ ശേഷി. അപ്പൊ കുട്ടികളുടെ ഒരു സമ്പൂർണ്ണ പോഷകാഹാരമാണ് ന്യൂട്രിചാർജ് കിഡ്സ്. അപ്പോ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ജനറലി പറയുന്നത്, 2 പേര് പുതിയ ആളുകളുണ്ടാവുന്നത് ഞാൻ പറയണം. ഇതിനെ നമ്മൾ പറയുന്നത് ന്യൂട്രിചാർജ് ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകളാണ്. എന്താണ് ന്യൂട്രിചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ പറയുക? എന്താണ് ന്യൂട്രിചാർജ്? ഈ സാധനം എന്താ? എവിടെ കുത്ത്? നിങ്ങളുടെ മൊബൈല് 2-3 ദിവസം ചാർജ് ചെയ്തിരിക്കുന്നുണ്ടാവും. നമ്മുടെ ശരീരം പോഷകങ്ങളെ കൊണ്ട് ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ പറയുന്നതാണ് ന്യൂട്രിചാർജ്. ആർസിഎമ്മിലെ ഒരു ബ്രാൻഡാണ് ന്യൂട്രിചാർജ്. എന്തിന്റെ ബ്രാൻഡാണ്? ഫുഡ് സപ്ലിമെന്റിന്റെ ബ്രാൻഡ്. സോ ഇറ്റ് ഈസ് ചാർജിങ് അവർ ബോഡി വിത്ത് ന്യൂട്രീഷൻ. മനസ്സിലാവുന്നല്ലോ? നമ്മുടെ ശരീരത്തെ പോഷകങ്ങളെ കൊണ്ട് ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ന്യൂട്രിചാർജ്. ഈ ന്യൂട്രിചാർജ് 22 പ്രൊഡക്റ്റുകളുണ്ട്. ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് കിഡ്സ്, KIDS. കിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ, നമ്മൾ ഇംഗ്ലീഷിൽ അർത്ഥം എന്താണ്? കുട്ടികൾ. അതിന്റെ എക്സ്പാൻഷൻ എന്താണ്? K എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി പവർ അല്ലെങ്കിൽ ബുദ്ധിശക്തി. I എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി. നമ്മൾ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. D stands for ഡെവലപ്മെന്റ്, ശരീരത്തിന്റെ വളർച്ച അല്ലെങ്കിൽ വികാസം. S stands for സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്റ്റാമിന. ഈ 4 കാര്യങ്ങൾ കിട്ടാൻ സഹായിക്കുന്ന 49 പോഷകങ്ങൾ അടങ്ങിയ ഒരു സമ്പൂർണ്ണ പോഷകാഹാരം കുട്ടികൾക്കുള്ളതാണ് ന്യൂട്രിചാർജ് കിഡ്സ്. ഇതിൽ എന്തൊക്കെയുണ്ട്? ഇതിലൊരു കുട്ടിയുടെ ശരീരത്തിൽ വേണ്ട എല്ലാ പോഷകങ്ങളും ഉണ്ട്. വൈറ്റമിൻസ് ഉണ്ട്, എല്ലാ വൈറ്റമിൻസും ഉണ്ട്. ഓൾ റിക്വയർഡ് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ഡയറ്ററി ഫൈബർ ഉണ്ട്, 3 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. ന്യൂട്രിചാർജ് കിഡ്സിൽ 3 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. സോയാ പ്രോട്ടീൻ ഉണ്ട്, വേ പ്രോട്ടീൻ ഉണ്ട്, മിൽക്ക് പ്രോട്ടീൻ ഉണ്ട്. ഇതിനൊക്കെ എന്തുണ്ട്? 10ഓളം ഹെർബൽസ് ഉണ്ട്. ഹെർബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഷധികളുടെ സത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കീഴാർനെല്ലി. കേട്ടിട്ടുണ്ടോ? എന്തിനാ നല്ലത്? വിശപ്പ് കൂട്ടാൻ. സ്ത്രീകളുടെ ആർത്തവം, ക്രമം തെറ്റിയ ആർത്തവം വരുമ്പോൾ, അമിതമായിട്ട് ആർത്തവം, നിർത്താത്ത ആർത്തവം വരുമ്പോൾ, നിൽക്കാത്ത ആർത്തവം വരുമ്പോൾ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് 2 കീഴാർനെല്ലി വേരോടെ വലിച്ചെടുത്ത് നന്നായി കഴുകി അമ്മിയിൽ കുത്തി ചതച്ച് അതിൽ 1 സ്പൂൺ തവിടെണ്ണ ചേർത്ത് കഴിക്കുക. ചെറിയ കേസുകളൊക്കെ മാറും. സിവിയർ കേസുകളിൽ ഡോക്ടറെ കാണേണ്ടി വരും. ഓക്കെ,
ഇവിടെ കീഴാർനെല്ലിയുടെ പ്രത്യേകത ഇത് നമ്മുടെ ലിവർ ഫംഗ്ഷൻ നന്നാക്കും. ലിവർ സംബന്ധമായ പ്രശ്നങ്ങളെ നന്നാക്കാൻ നല്ലതാണ്. അമ്മമാരുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ് ആണ് കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത്. അപ്പൊ നല്ല വിശപ്പുണ്ടാക്കാൻ കീഴാർനെല്ലി, നല്ല ബുദ്ധിശക്തി ഉണ്ടാക്കാൻ ചിറ്റമൃതം ചെയ്യുന്ന എന്താണ്? IQ ലെവൽ കൂട്ടും, ഇന്റലിജന്റ് കോഷ്യന്റ് കൂട്ടും. കീഴാർനെല്ലി, ചിറ്റമൃത്. മൂന്നാമത്തതാണ് പച്ചമുന്തിരി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. എന്താ കൂട്ടുന്നത്? ഇമ്മ്യൂണിറ്റി പവർ. പച്ചമുന്തിരിക്ക് പൊതുവെ ഒരു പുളിയുണ്ട്. പുളിയുള്ള മുന്തിരി നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടും. ഇരട്ടി മധുരം എന്തിനാ ഉപയോഗിക്കുന്നത്? തൊണ്ടവേദന, ചുമ, തുമ്മല്, ഈ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ്. തൊണ്ടവേദന, ചുമ. നമ്മൾ മൊബൈലിൽ ഫോൺ ചെയ്തപ്പോൾ ആദ്യം കേൾക്കണം എന്താ? ചുമക്കേണ്ടതാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഇരട്ടി മധുരം. എന്തിനാണ്? തൊണ്ടയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പാട്ടുകാരൊക്കെ സ്ഥിരമായിട്ട് ഇരട്ടിമധുരമായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കും. അപ്പൊ ഇരട്ടിമധുരത്തിന്റെ ഗുളിക വരാറുണ്ട്, അതൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കീഴാർനെല്ലി, ചിറ്റമൃത്, പച്ചമുന്തിരി, ഇരട്ടിമധുരം. 5 പനിക്കൂർക്ക. എല്ലാവർക്കും അറിയാം എന്തിനൊക്കെ ഉപയോഗിക്കാം? പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, ആസ്മ, അലർജി, തുമ്മൽ, എല്ലാറ്റിനും. അതൊക്കെ എവിടെ വരുന്നുണ്ട്? നമ്മുടെ പ്രമേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. 6ാമത്തത് ഇഞ്ചി സർവ്വരോഗ സംഹാരി. ഇഞ്ചിയായിട്ടല്ല, ചുക്കിന്റെ രൂപത്തിലാണ് അല്ലെ. ത്രോട്ട് ഇൻഫെക്ഷൻ നല്ലതാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. 7 കുരുമുളക്. ഏകദേശം ഇതേ ഗുണങ്ങൾ തന്നെ കുരുമുളകിനുണ്ട്, പ്രത്യേകിച്ച് മൂക്കടപ്പ്, തൊണ്ടവേദന, അതിനൊക്കെ നല്ലത്. 8 കറുവാപ്പട്ടയ്ക്കയുടെ പ്രത്യേകത എന്താ? രക്തശുദ്ധീകരണം തന്നെ എന്താ ഉണ്ടാവുക? നമ്മുടെ ശരീരത്തിന് കോടാനുകോടി കിലോമീറ്റർ നീളത്തിൽ രക്തക്കുഴലുകളിൽ ശുദ്ധ രക്തം പ്രവഹിക്കുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ശരീരത്തിന്റെ എനർജി ലെവൽ കൂടും. അശുദ്ധ രക്തമാണെങ്കിലോ വേരുകളും ചൊറിച്ചിൽ വരും, മുള വരും, അലർജി വരും, അല്ലെങ്കിൽ സോറിയാസിസ് വരും, ആക്സിമം വരും, പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ കറുവാപ്പട്ട രക്തശുദ്ധീകരണത്തിന്. അയമോദകം കേട്ടിട്ടുണ്ടോ? അയമോദകത്തിന്റെ പ്രത്യേകത എന്താ? ദഹനത്തിനും നല്ലത്, ഇമ്മ്യൂണിറ്റിക്കും നല്ലത്. 2 ഗുണങ്ങളുണ്ട് അയമോദകത്തിന്റെ. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ദഹനത്തിനും നല്ലത്. 10 ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളതാണ് തുളസി. 36 ഔഷധ ഗുണങ്ങൾ തുളസിക്ക്. 36 ഔഷധ ഗുണം. ലോകത്തിൽ ഇത്രയും ഔഷധങ്ങളുള്ള ഒരു പ്ലാന്റ്, ഒരു ഹെർബൽ പ്ലാന്റ് വേറെ ഇല്ല. ഇറ്റ് ഈസ് ദ കിങ് ഓഫ് ഹെർബൽസ് എന്ന് പറയും തുളസി. ശ്വസന സംബന്ധമായ സർവ്വ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ 10ഓളം പച്ചമരുന്നുകൾ എല്ലാം ഒരു ഗുണങ്ങളല്ല, മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉള്ളതാണ്. ഇത് ഒരു കുട്ടിയുടെ പ്രതിരോധ ശേഷി കൂട്ടും. കുട്ടിക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കാം, ഫസ്റ്റ് അവന് പ്രാവശ്യം കൊടുക്കാം. ഒന്നും ആവശ്യം അത്ര മതി. അതുകൊണ്ട് മാത്രം ഒരു കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ പറ്റും. പറയാൻ പറ്റിയ 10 കാര്യങ്ങൾ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്നെ വിളിച്ചത് തന്നെ ഈ മേഖലയിൽ കുറച്ച് ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക്, ഞാൻ ബിസിനസ് തലത്തിലല്ല ഞാനത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എങ്ങനെ എത്തിക്കാം. എന്ത് പറയുന്നു സാറിന് എത്ര മക്കളാ? ചിറ്റമൃത്, പച്ചമുന്തിരി, ഇരട്ടിമധുരം, പനിക്കൂർക്ക, ഇഞ്ചി, കുരുമുളക്, കറുവാപ്പട്ട, അയമോദകം, 10ഓളം പച്ചമരുന്നുകൾ. ഇറ്റ്സ് എ മാജിക്കൽ പ്രൊഡക്ഷൻ. ന്യൂട്രിചാർജ് കിഡ്സ് ഇത് കഴിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 1.5 മാസം കൊണ്ട് 2 മാസം കൊണ്ടാകുന്ന മാറ്റം. ഒന്നാമത്തെ മാറ്റം, കുട്ടികളുടെ ഹൈറ്റ് കൂടും, പഠന കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും, അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും, ഒരു അസുഖങ്ങളും വരെ ബാധിക്കില്ല. അങ്ങനെ റിസൾട്ട് കിട്ടിയ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? എന്ത് റിസൾട്ടാണ് മധു നിങ്ങൾക്ക് കിട്ടിയത്? നമസ്കാരം, എൻ്റെ പേര് മധു. കഴിഞ്ഞ ഒരു വർഷമായി ആർസിബി ഉൽപ്പന്നങ്ങളാണ് എൻ്റെ വീട്ടിൽ മുഴുവനായും ഉപയോഗിക്കുന്നത്. ഇതിലില്ലാത്ത ഉൽപ്പന്നങ്ങൾ മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങുന്നത് വീട്ടാവശ്യങ്ങൾക്ക്. അതിൽ ന്യൂട്രിചാർജ് കിഡ്സാണ് എൻ്റെ കുട്ടികൾക്ക് ആദ്യം ഉപയോഗിച്ചത്. അത് ഒരു വർഷത്തോളമായി. ഏകദേശം 1 മാസം 2 മാസം കൊടുക്കുകയും കുട്ടികൾക്ക് നിത്യം ജലദോഷം വരികയും അത് ഒരു പനിയിലൂടെ പനിയിലേക്ക് എത്തിയാൽ വീട്ടുകാരിലേക്ക് എല്ലാവരും പടർന്ന് എത്തി മരുന്നിലൂടെ മാത്രം അത് മാറിപ്പോകുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് ആശുപത്രിയിൽ പോകേണ്ടി വന്നു. അത് അങ്ങനെ ഇല്ലാന്ന് മാത്രമല്ല, ജലദോഷം അവരുടെ പുള്ളിയുടെ സ്വഭാവം കൊണ്ട് വരികയാണെങ്കിൽ തന്നെ 1-2 ദിവസം കൊണ്ട് തന്നെ മാറും. അത് ഈ ന്യൂട്രിചാർജ് കിഡ്സ് തന്നിട്ടുള്ള അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് മാത്രമല്ല, എൻ്റെ മകൾ എന്നേക്കാൾ കളർ കുറഞ്ഞ കുട്ടിയാണ്. ഇപ്പോൾ അനിയനും ചേച്ചിയും കൂടി തല്ലുകൂട്ടാണ്. എന്നൊക്കെ വെളുത്തു ചേച്ചി എന്ന് പറഞ്ഞത്. വെളുക്കാനുള്ള മരുന്ന് എന്താ അച്ഛാണ് അനിയനും ചോദിക്കുകയാണ്. മകൻ എന്നോട് ചോദിക്കുകയാണ്. മകൻ കളറുണ്ട്, അത് അമ്മയുടെ കളറുണ്ട്, എങ്കിലും ചേച്ചി കളർ വെച്ചതിൻ്റെ അസൂയ.
അത് തന്നെ, അതൊക്കെ ഈ അനുഗ്രഹം തുടങ്ങിയത് ന്യൂട്രിചാർജ് കിഡ്സ് എന്ന യൂത്ത് മൂവ്മെന്റ്. ഓക്കെ, താങ്ക് യു മധു. സോ നമ്മുടെ ബോഡിക്ക് വേണ്ട കംപ്ലീറ്റ് പോഷകങ്ങൾ കൃത്യമായ അളവിൽ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ സർവ്വരോഗങ്ങളും മാറും. അതിൽ വേറെ മാജിക്കൊന്നുമില്ല. ഈ 10ഓളം പേരുകളിൽ കുറച്ചെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ കാര്യം ഒരു പക്ഷേ വേണ്ടാന്ന് വയ്ക്കും, പക്ഷെ മക്കളുടെ കാര്യം ഒരിക്കലും വേണ്ടാന്ന് വയ്ക്കില്ല. ശരിയല്ലേ? നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നോ പ്രോബ്ലം, വി വിൽ മാനേജ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ വി വിൽ നെവർ കോംപ്രമൈസ്. നിങ്ങൾ ഇത്രയും കാര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഇതിന്റെ 10% പറഞ്ഞു കൊടുത്താൽ ഒരു അച്ഛനോ അമ്മയോ ചോദിക്കും എത്രയാ വില? 690. ഓക്കെ, ഒന്നുകിൽ അമ്മ വാങ്ങി കിഴിച്ച് പൈസ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുന്നുള്ളത് അവസാനം. പക്ഷെ ഇത്രയും പറഞ്ഞു കൊടുക്കണം. വേണ്ട അതിന്റെ പകുതിയെങ്കിലും പറഞ്ഞു കൊടുക്കണം. വേണ്ട പകുതിയുടെ പകുതിയെങ്കിലും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത്രയും മാജിക്കൽ പ്രൊഡക്റ്റ് ആണ്. ഇനി അതിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഫ്ലേവറിൽ വരുന്നുണ്ട്. ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവർ, മറ്റൊന്ന് മാംഗോ ഫ്ലേവർ. മാംഗോ ഫ്ലേവറിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അൽഫോൺസ മാംഗോ അടങ്ങിയിട്ടുണ്ട്. അൽഫോൺസ മാംഗോയുടെ പ്രത്യേകത അതിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉണ്ട്. അപ്പൊ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ നല്ലതാണ്. അപ്പോൾ 2-3 ഗുണങ്ങൾ ഒരുമിച്ച് കിട്ടും. മുതിർന്നവർക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാം. ന്യൂട്രിചാർജ് കിഡ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is clinically proven. Clinically proven. Madam, can you explain what is clinically proven? അതായത് 100 കണക്കിന് കുട്ടികളെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ അവര് കുട്ടികൾക്ക് റെഗുലർ ആയിട്ട് കൊടുക്കുകയും അവരുടെ സാന്നിധ്യത്തിൽ അത് റെക്കോർഡ് ചെയ്യുകയും അതിന്റെ റിസൾട്ടിനെ ക്രോഡീകരിച്ചുകൊണ്ട് അവർക്കുണ്ടായ മാറ്റങ്ങളെ റെക്കോർഡ് ചെയ്ത് അവർ തന്നെ സർട്ടിഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ക്ലിനിക്കലി പ്രൂവൺ. അപ്പോൾ ഇത് ഏറ്റവും വണ്ടർഫുൾ ആയ പ്രൊഡക്റ്റ് ആണ്. കുട്ടികൾക്ക് കൊടുക്കാം, അത്ഭുതകരമായ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോ ന്യൂട്രിചാർജ് കിഡ്സ്. അപ്പൊ കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുക? മെയിൻ കൊടുക്കാവുന്ന ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നെല്ലിക്കട 1-2 പീസ് ഡെയിലി കൊടുത്തോളൂ. പ്ലസ് ഇത് രാവിലെയും വൈകിട്ടും ഓരോ സ്പൂൺ കൊടുക്കാം. കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ അവർ കുറച്ച് പഠിക്കാനൊക്കെ മോശമാണെങ്കിൽ ഇതിലൂടെ അത്യാവശ്യം മെമ്മറി കപ്പാസിറ്റി കൂട്ടാനുള്ളതുണ്ട്. അതിന് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് DHA. രണ്ടെണ്ണുണ്ട്. ഒന്ന് നമുക്കറിയാം, ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ഗർഭാവസ്ഥയിൽ വെച്ചാണ് ഒരു കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ച അല്ലെങ്കിൽ വികാസം, ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ 70% നടക്കുന്നത് ഗർഭാവസ്ഥയിലാണ്. 70% ഗർഭാവസ്ഥയിൽ. അപ്പോ ഇതൊരു അമ്മ കഴിച്ചാൽ DHA 200, DHAയുടെ ഫുൾ ഫോം ആണ് ഡോക്സോഹെക്സനേറ്റ് ആസിഡ് 200. ഒരമ്മ കഴിച്ചാൽ അതുകൊണ്ട് കുട്ടിക്ക് ഉണ്ടാവുന്ന ഗുണം, ഒന്ന് ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കും. രണ്ടാമത്തെ ബെനിഫിറ്റ്, കുട്ടി എല്ലാ കാര്യങ്ങളിലും ഫാസ്റ്റ് ആയിരിക്കും. ഒരു കുട്ടി സാധാരണഗതിയിൽ ജനിച്ച് എത്രാമത്തെ മാസത്തിലാണ് മലന്ന് കിടക്കുന്ന കുട്ടി കമിഴ്ന്നു തുടങ്ങുക? ഇനി ഐഡിയ ചോദിച്ചു പറഞ്ഞാൽ മതി. ഓർമ്മയുണ്ടോ? 3-4 മാസം. എങ്ങനെയാണ് പറയൂ? 3 മാസം എങ്ങനെയാണ്? ഓർമ്മയുണ്ടോ? ഇന്ന് ഓർമ്മയില്ല. പറയൂ. സാധാരണ കുട്ടി 3 മാസത്തിൽ മലന്ന് കിടക്കുന്ന കുട്ടി കമിഴ്ന്നു തുടങ്ങണമെങ്കിൽ DHA 200 ഉപയോഗിച്ച ഗർഭധാരണത്തിന് ശേഷം DHA 200 ഉപയോഗിച്ച ഒരമ്മക്ക് ജനിക്കുന്ന കുട്ടി 3-ന് മുൻപ് മലന്ന് കിടക്കുന്ന കുട്ടി കമിഴ്ന്നു. ഇനി സാധാരണ കുട്ടി എപ്പോഴും ആദ്യമായിട്ട് അച്ഛ അമ്മ എന്നൊക്കെ പറഞ്ഞു തുടങ്ങാം. എത്രാമത്തെ മാസത്തിൽ എത്ര വയസ്സിലാണ്? 1 വയസ്സ്. 1 വയസ്സ് 7 മാസം 8 മാസം. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ സ്പെഷ്യൽ കേസാണ്. പറയും മാഡം. 1 വയസ്സ്. ഇത് അതിന്റെ പകുതി സമയത്ത് കുട്ടി സംസാരിച്ചു തുടങ്ങും. എല്ലാ കാര്യങ്ങളിലും ഫാസ്റ്റ് ആയിരിക്കും, എല്ലാത്തിലും നമ്പർ 1 ആയിരിക്കും. മൂന്നാമത്തെ ബെനിഫിറ്റ്, അവരുടെ ബർത്ത് വെയിറ്റ്
കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, പ്രൊഡക്റ്റുകളുടെ ഏത് തരം ഏത് സെഗ്മെന്റ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാനുണ്ട്. പക്ഷേ ഈ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താലാണ് നമുക്ക് കാര്യമുള്ളൂ. ഇപ്പൊ നമുക്കൊരു വൈറസ് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരാളിലേക്ക് എത്തിക്കാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, കുറച്ച് നേരം കയ്യിലേക്ക് അതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷെ ഒരു ഉൽപ്പന്നം ഒരാളിലേക്ക് എത്തുമ്പോൾ അവിടെ ആ ഉൽപ്പന്നത്തിനൊപ്പം മൗനപ്രാർത്ഥന നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുള്ളൂ. പക്ഷെ ഒരു ദേശീയ ഗാനത്തില് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മുടെ സ്കൂളിലൊക്കെ ദേശീയ ഗാനം പാടുമ്പോൾ എല്ലാവരും ഒരു വൈബ്രേഷൻ വരും, അവസാനം ചെയ്യുക എന്ന് പറയുമ്പോൾ. അതേപോലത്തെ ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് വേണ്ടത്. ഇന്ന് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു മഹാവിപത്തിനെ നേരിടാനാണ് നമ്മളെല്ലാവരും നയിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അത് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് മാത്രം നമ്മുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നടക്കില്ല. അടുത്ത 31-ാം തീയതി വരെ എല്ലാ കാര്യങ്ങളും ക്ലോസ് ഡൗൺ ചെയ്യാനാണ് ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ക്ലോസ് ഡൗൺ ചെയ്ത് നമ്മുടെ വീട്ടിലെന്തെങ്കിലും നടക്കുമോ? ചില സാധനങ്ങളൊക്കെ വരും, പച്ചക്കറി ഒന്നും വരില്ല, നമ്മൾ പോയിട്ട് തന്നെ ചെയ്യണം. പിന്നെ ഈ ഒരു സാഹചര്യത്തില് RCM എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യം കൂടി വന്നിരിക്കുകയാണ്. അത്ര അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈമാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നേക്കാളും ഒരു കാര്യം ഞാൻ പറയാൻ പലട്ടം വന്നു അനുസാരോടെ വന്നിട്ട് എനിക്ക് ഷേക്കേണ്ടി വന്നു. പൊതുവെ നിങ്ങളോടിപ്പോ എല്ലാവർക്കും പലരും ഷേക്കേണ്ടി കൊടുക്കരുതെന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം എനിക്ക് ഷേക്കേണ്ടി തന്നെ ഞങ്ങൾ 2 പേരും കുറച്ച് വിശ്വാസമുണ്ട് ഞങ്ങൾക്കൊന്നും വരില്ലാന്നത്. കാരണം ഞങ്ങൾ കഴിക്കുന്ന അത്രയും പോഷകാഹാര ഭക്ഷണമാണ്. അത് ലഭ്യമാവുന്ന ഒരു സ്ഥാനമാണ് RCM. ഇന്ന് RCM എന്നുള്ളത് നമുക്ക് ആരോഗ്യം സമ്പത്തും തരുന്നത്. ഇനി ഈ ഒരു മഹാവിപത്ത് 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതിക്ക് ശേഷം മാറിക്കഴിഞ്ഞാൽ ഇന്ത്യയല്ല ലോകമെമ്പാടും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികം തന്നെയാണ്. കാരണം എവിടെയും സാധനങ്ങൾ നിർമ്മിക്കുന്നില്ല, എവിടെയും വർക്കേഴ്സ് എത്തുന്നില്ല, എല്ലാ സ്ഥലവും നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെ നേരിടണം? കാരണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോ എന്നുള്ളത് താൽക്കാലികമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് ചെയ്യുന്നത്. കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ ഇനിയും കുറഞ്ഞു വരും. അല്ലെങ്കിൽ തന്നെ കുറവാണ്, ഇനിയും കുറഞ്ഞു വരും. ഈ 2 കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഒറ്റമൂലിയാവും, അതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ RCM എന്നൊരു പ്രസ്ഥാനം ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഈ നാട്ടിലും ഈ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. 2, ഇതിൽ എത്തരത്തിൽ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ബാക്കി ഇനി വരുന്ന ആൾക്കാരെ ഇതിൽ നിന്ന് പ്രതിരോധിക്കാൻ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. അതെങ്ങനെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഈ സെഷന്റെ അവസാനം നമ്മൾ പറയുന്നതാണ്. നിങ്ങളുടെ സമയം, നമ്മുടെ ഡോക്ടർ സാറിന്റെ സമയം എല്ലാം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അടുത്തതായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുന്നത് കഴിഞ്ഞ 13 കൊല്ലമായിട്ട് ഇന്ത്യയിലും കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഓൾ ഓവർ ഇന്ത്യയിൽ പലയിടങ്ങളിലുമായിട്ട് മരുന്നില്ലാതെ നമ്മളെ എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിച്ച ഡോക്ടർ രാജൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയാൻ വെച്ചാൽ നാച്ചുറോപ്പതി ഡോക്ടറാണ്. നാച്ചുറോപ്പതി തെറാപ്പിയിൽ പരിധി ചികിത്സ. അതിന് മുന്നേ അദ്ദേഹം എയർപോർട്ടിൽ 20 കൊല്ലത്തെ സേവനം അനുഷ്ഠിച്ചു. ഇത്തരത്തിലൊരാളെ നമുക്ക് ഈ ഒരു വേദിയിൽ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം നമ്മൾ പലരും പുറത്തേക്ക് ഇറങ്ങാൻ പോലും പഠിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും നിങ്ങൾക്കായിട്ട് നല്ലൊരു കയ്യിൽ കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഇന്ന് വരാൻ സാധിച്ചാലും ധൈര്യം അതാണ് നിങ്ങളെ ഈ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഇനിയും പ്രതിസന്ധികൾ വരും, ഇതിന് മഹാവിപത്തുകൾ ഇനിയും വരും. പക്ഷെ അന്നും ഇന്നും നമ്മൾ കേരളം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഷൻ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാം. എങ്ങനെയാണ് RCM ഈ ഒരു സമയത്ത് ഇനി വരും കാലങ്ങളിൽ അത്രത്തോളം പ്രസക്തി ഉണ്ടാവുമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഡോക്ടർ രാജൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് നല്ലൊരു കൈയിലൂടെ സ്വാഗതം ചെയ്യാം. ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ അതിന്റെ അത്യാവശ്യം കൂടിയിട്ടുള്ളൂ. കാരണം നമ്മൾ ഇരിക്കുന്ന ആൾക്കാർ ഏത് സമയത്ത് ഇവിടെ നിന്ന് വന്നതിന്റെ കാരണം നമുക്ക് ഉറപ്പാണ് നമുക്ക് ഇതൊന്നും വരില്ല. കാരണം നമ്മൾ അത്രയും ഇമ്മ്യൂണിറ്റി പവറുള്ള ആൾക്കാരാണ്. ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു പ്രതിരോധ ശക്തി നമ്മളിലുണ്ട്. ഒരു വൈറസ്, ഏതൊരു വൈറസ് ആണെങ്കിലും ഇതിനേക്കാളും ഇത്തിരി ഫലം കൂടിയ വൈറസ് ആണെങ്കിലും എഫക്ട് കൂടിയ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്, നല്ല പ്രതിരോധം ഉണ്ടെന്ന് വെച്ചാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളിലൂടെ അത് അതിനുള്ളിൽ ഉണ്ടാവും കുറച്ച് നാള്. അതൊരു 14 അല്ലെങ്കിൽ 24 ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡിനുള്ളിൽ വേറൊരാളേക്ക് എത്തുകയാണെന്ന് വെച്ചാൽ അയാൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ അയാൾക്ക് വരും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലോജിക്ക്. നമ്മൾ ഇത്രയും കാലത്ത് ഒരു ഹിസ്റ്ററി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടായിരുന്നു. ഒരു 1967 കേട്ടിട്ടുണ്ടോ? സ്മോൾ പോക്സ്, ചിക്കൻ പോക്സിന്റെ ഒരു ചെറിയ വസൂരി. അത് അന്ന് ലോകമെമ്പാടും ഉണ്ടാക്കിയിട്ട് ഇന്ന് WHO പ്രഖ്യാപിച്ച പോലെ പാൻഡമിക് ആയി. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് ഈ സ്മോൾ പോക്സിന്റെ അസുഖം കേൾക്കുന്നുണ്ടോ?
ഇല്ല, അത് കമ്പനിക്ക് ഉന്മൂലനം ചെയ്തു. 2009 ആയപ്പോ H1N1 ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. H1N1 കേട്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നില്ല, അത് ഉന്മൂലനം ചെയ്തു. ഇനി 2013 മറ്റേത് പോയിന്റ്സിന് ചെറിയ തരത്തിലായിട്ട് വരും. മറ്റേ ചിക്കൻ ബോക്സ് അഞ്ചമ്പരി ചിക്കൻ ബോക്സ്, അതുപോലെ മറ്റേ എന്തിനു പറഞ്ഞു അതൊന്നും ഇല്ല എന്ന് പറയുന്നത് അതൊക്കെ. അതിപ്പോ ഓരോ പേരിൽ ഇംഗ്ലീഷ് പറയുമ്പോ വേറൊരു പേരായി, മലയാളത്തിൽ പറയുമ്പോൾ വേറൊരു പേരായി. അപ്പൊ ഞാൻ പറഞ്ഞ H1N1 വന്നു. അത് കഴിഞ്ഞിട്ട് ഇബോള എന്നുള്ളൊരു ഇത് വന്നു. കേട്ടിട്ടുണ്ടോ? ഇബോള 2013 തൊട്ട് 2016 വരെ വളരെ സജീവമായിരുന്നു. പക്ഷെ ഇന്നത് കേൾക്കാണ്ടോ? ഇല്ല. ഇപ്പൊ 2020 ഇപ്പൊ വന്നിരിക്കുന്നത് എന്താ? കൊറോണ. നിപ്പ വന്നു. ഇപ്പൊ നമ്മള് വെച്ച് നിന്നില്ല. ഒരു 3 മാസം കൊണ്ട് ഇപ്പൊ അവിടുന്ന് പറഞ്ഞു അല്ലെ? നിപ്പനെ പറ്റി ഇപ്പൊ കേൾക്കാനില്ല. അതൊക്കെ നമ്മൾ അത്രയും എഫിഷ്യന്റ് ആയ സിസ്റ്റമാണ്. ഞാൻ പറയുന്നത് ലോകാരോഗ്യ സംഘടന പാൻഡമിക് ചെറിയ വളരെ വൈഡ് ആയിട്ട് ഇന്ന് ലോകമെമ്പാട് സ്പ്രെഡ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് കിട്ടില്ല. നമ്മളിപ്പോ തന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ തട്ടിക്കളഞ്ഞു. ഞാൻ പറയാണ്, ഇത്രയധികം പ്രശ്നങ്ങൾ വന്നു, നമ്മൾ അതിനെ തരണം ചെയ്തു. കൊറോണ വന്നു, ഇത് തരണം ചെയ്യുമല്ലയോ? തരണം ചെയ്യും. ഇന്നോ അല്ലെങ്കിൽ നാളെ പോകേണ്ടതാണ്. പ്രകൃതി നിയമമാണ്. വരേണ്ടത് പ്രകൃതി നിയമമാണ്, പോകേണ്ടത് പ്രകൃതി നിയമമാണ്. അത് ആർക്ക് വരണം ആർക്ക് വരണ്ട എന്നത് നിശ്ചയിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കൊറോണ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള അസുഖം വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രതിരോധം കൂടുതലായിരിക്കും. ഏതൊരു അസുഖത്തിൽ പ്രതിരോധിക്കാനുള്ള ശക്തി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ്. അല്ലാതെ കൊറോണ ഉന്മൂലനം ചെയ്യുന്നല്ല പറയണം, വന്നൊരാൾക്ക് മാറ്റുന്നല്ല പറയണേ. നിങ്ങളൊരു ഉൽപ്പന്നം സെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് വിൽക്കുമ്പോൾ അത് പറയേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കൊറോണയെ മാറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളെ പിടിച്ചടക്കും. ഇത് പ്രതിരോധിക്കാനുള്ളതാണ്. അത് കൊറോണ അല്ല, ഏതൊരു തരത്തിലുള്ള ഒരു അസുഖമാണ്, ഏതൊരു തരത്തിലുള്ള വൈറസ് ആണ് നിങ്ങൾക്ക് ശരീരത്തിൽ യാതൊരു തരത്തിലും കോട്ടം തട്ടാതിരിക്കാനുള്ള രീതിയിൽ പ്രതിരോധിക്കാൻ സഹായിക്കും. കാരണം ഈ ഇതിൽ പറഞ്ഞ പച്ചമരുന്നുകളൊന്നും നിങ്ങൾക്ക് അറിയാത്ത കാര്യമില്ല. നാട്ടുപുറത്ത് കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് അതിൻ്റെതായ രീതിയിൽ പ്രോസസ് ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാം? രണ്ട് തരത്തിൽ പ്രൊമോട്ട് ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് ഫീൽഡിൽ ഇറങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യാം. എല്ലാവരും ഫീൽഡിൽ ഇറങ്ങാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റെഡി ആയിരിക്കില്ല. ചൂടാണ്, ഇതിനൊരു പേര് ഉണ്ടാവും. അപ്പോ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല മൊബൈല്. നിങ്ങൾ എല്ലാവരും എത്ര പേര് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്? വാട്സാപ്പിലുള്ള ഫോൺ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഈ പ്രൊഡക്റ്റുകൾ സംക്ഷിപ്തമായ ഒരു സമ്മറി പോലെയുള്ള ഒരു ഫോട്ടോസ് നമുക്ക് ലഭ്യമാണ്. ആ ഫോട്ടോസ് അതിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ കാണും, ചോദിക്കും ഇതെന്താണ് സംഭവം. സാമാന്യ ആരാണ് ഇതുവരെ നിങ്ങൾ ഇത്ര നാളെ കൃഷ്ണന്റെ വീഡിയോ, ഭക്തിഗാനങ്ങള് അങ്ങനെ ഓരോന്നൊക്കെയാ വരിക. പ്രത്യേകിച്ച് ഉപകാരമില്ലാത്തതാണ് വരിക. പക്ഷെ ഇന്നൊരു ദിവസം ഒരു പ്രൊഡക്റ്റിനെ പറ്റി വിശദീകരിക്കും, ആരായിട്ട് ചോദിക്കും എന്താണ് സംഭവം. നമുക്ക് ഉമ്മനെ പറ്റി കിട്ടും. ഒരു ഫൈബ്രോയിഡ് ഉള്ള ഒരു ചേച്ചിയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചോദിക്കും എന്താ സംഭവം, ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടല്ലോ, ഇത് എങ്ങനെയാണ്. അപ്പൊ ഏറ്റവും നന്നായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് അടുത്തൊരു 31 അല്ലെങ്കിൽ ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുഴുവൻ ചെയ്യുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് വാട്സാപ്പ് സ്റ്റാറ്റസ്. രണ്ടാമത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചെലവാകുന്നത്, ഞാൻ പറഞ്ഞു ന്യൂട്രി ചാർജ് ഉൽപ്പന്നങ്ങളല്ലാതെ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ഒരു ഉൽപ്പന്നങ്ങളായിരിക്കും ഹെൽത്ത് അല്ലാത്ത രീതിയിൽ നമ്മുടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവിങ് ഉണ്ടാവാൻ സാധ്യതയുള്ള മാസ്ക് നമ്മൾ ഇറക്കിയിട്ടില്ല. ഹെൽത്ത് റിലേറ്റഡ് അല്ലാത്തത് ഹാൻഡ് വാഷ്. ഈ സാധനം ഇപ്പൊ മാർക്കറ്റിൽ കിട്ടാനില്ല. നിങ്ങൾ ചുമ്മാ ഇതിലൊരു സ്റ്റാറ്റസ് ഇട്ടാൽ മതി, ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ച് ബൾക്ക് ഓർഡർ തരും. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സമയത്ത് പുര കത്തുമ്പോൾ വാഴ കെട്ടുന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പോ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ആഴ്ച അരി മേടിക്കണ്ടേ, ഇങ്ങനെ പോയാൽ മതിയാ. നമുക്ക് വേണമെന്ന് ഇതൊക്കെ ഷട്ട് ഡൗൺ ചെയ്ത് തൃശ്ശൂർ ഫുള്ള് ഷട്ട് ഡൗൺ ചെയ്ത് വീട്ടിലിരിക്കാം. പക്ഷെ എത്ര കാലം ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാതിരുന്ന. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് നില വന്നു, LIC-യിലാണ് വർക്ക് ചെയ്യുന്നത്. LIC വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ആൾക്കാർ പോകുന്നുണ്ട്. തൃശ്ശൂർ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ട്. ഈ ഉള്ളേരിയകളിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് അവിടെ നിന്ന് ന്യൂസ് കിട്ടി. തൃശ്ശൂർ
തൃശ്ശൂരെല്ലാം അടച്ചുപൂട്ടി എന്നുള്ളത്. അങ്ങനെയാണോ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, തൃശ്ശൂർ അടച്ചുപൂട്ടി എന്നുള്ളത്. തൃശ്ശൂരെല്ലാം തുറന്നിട്ടുണ്ട്, തിയേറ്ററുകളും വലിയ ഹോളുകളും മോളുകളും ഒഴിച്ച് ബാക്കിയെല്ലാം തുറന്നിട്ടാണ്. ജീവിക്കണം, സാധനങ്ങൾ വരണം, ആൾക്കാർക്ക് പച്ചക്കറി വേണം. അപ്പോ നമ്മൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ചിന്തൊന്നും വേണ്ട. നമ്മൾ ഹാൻഡ് വാഷ് കൊടുക്കാന്ന് വെച്ചാൽ നല്ലൊരു കാര്യത്തിന് കൊടുക്കണത്. ഇത് മറ്റൊരാളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഹാൻഡ് വാഷ് കൊടുക്കാം. മൂന്നാമത് ന്യൂട്രിചാർജ് കൊടുക്കാം. ഇനി ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മളിലേക്ക് എപ്പോഴും ഒരു സാമ്പിൾ വെക്കണം. ഇപ്പോ S5 ആണ്, അല്ലെങ്കിൽ വെജൊമേഗ ആണ്, അല്ലെങ്കിൽ മെൻ ആണ്, നിങ്ങളാണ്, ഏത് ടാബ്ലറ്റ് ആണെങ്കിലും നിങ്ങളുടെ പേഴ്സിൽ ഒരു സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരം. എങ്ങനെയാ ചെയ്യുന്നത്? നിങ്ങളിപ്പോ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു സാമ്പിൾ പൗച്ച് ചെറിയ രീതിയിലൊന്ന് നിലത്തേക്ക് ഇടുക. വെറുതെ എടുത്തിട്ടാ ആൾക്കാർ എടുത്തിട്ട് നോക്കണം. ചുമ്മാ ഇട്ടത് കാര്യം, ചുമ്മാ നിങ്ങൾ എടുക്കേണ്ടി വരും. ചെറുതായിട്ടൊന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുക്കാൻ നിൽക്കുന്ന നേരത്ത് ഫ്രണ്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒന്നുമില്ല, എന്റെ വിറ്റമിൻ ടാബ്ലറ്റ്സ് ആണ്, ഞാൻ എടുക്കാൻ മറന്നുപോയി എന്ന് പറയാം. സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിക്കും. അത് നിങ്ങൾ നന്നായിട്ടൊന്ന് സംസാരിച്ച ഒരാളാണെന്ന് ചെയ്യും. ഇപ്പൊ രണ്ടുപേരും ഇരിക്കുകയാണ്, എന്തെങ്കിലും ഒരു വിശേഷം പങ്കുവെച്ചു, എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് അങ്ങനെയാണെന്ന് നിങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സാമ്പിൾ വേണം. ഇതല്ല, നിങ്ങൾ ഈ ഉൽപ്പന്നത്തെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര കൺവിൻസിങ് അല്ലാന്ന് വെച്ചാൽ ഈ അടുത്ത ഉൽപ്പന്നം ഇപ്പൊ വെജൊമേഗ പറ്റി പറയുന്ന നേരത്തെ നിങ്ങളോട് പറയണം, അയ്യോ ഞാൻ മറന്നുപോയി കഴിക്കാൻ വേണ്ടി, ഒരു മിനിറ്റ് കേട്ടോ, കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ കഴിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി ഒരു വിശ്വാസം അവിടെ വരും. അപ്പൊ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു വാട്സാപ്പ് ഷോട്ട്സ് അതൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ അവര് നിങ്ങൾ വിളിക്കും, ചിലപ്പോൾ മെസ്സേജ് ആയിരിക്കും, ഇതെന്താ സംഭവം അത്. അപ്പൊ എന്നാ ഫോണിലൂടെ പറയും. എന്താണ്ടാവുന്ന വെച്ചാൽ അവര് വിളിക്കുമ്പോൾ നമ്മൾ സാർ ഇത് വളരെ നല്ലൊരു ഉൽപ്പന്നമാണ്, ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും എനിക്ക് എല്ലാം മനസ്സിലായി, ശരി. അപ്പൊ നമുക്ക് പറയാം, ഞാനേ ഇപ്പൊ ഇത്തിരി തിരക്കിലാണ്, ഞാൻ എന്തായാലും ആ വഴിക്ക് വരുന്നുണ്ട്, ഞാൻ ആ വഴിക്ക് വരുമ്പോൾ ഞാൻ കയറാം, അപ്പൊ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ കുറച്ച് ഇതുണ്ട്, ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, നീ എപ്പോഴും ഫ്രീ ആവുകയായിരിക്കും. അല്ലാതെ നിങ്ങൾ ഈ കാര്യം എല്ലാം ഫോണിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു സിനിമ കഥ ഫോണിലൂടെ പറഞ്ഞാൽ വലിയ രസം ഉണ്ടാവും. ഒരു രസം ഉണ്ടാവില്ല. സിനിമ കാണുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കാണിക്കാൻ പറ്റണം. ഇത് കഴിഞ്ഞിട്ട് വരുന്ന കോളുകളാണെന്ന് വെച്ചാൽ നമുക്കത് ചെറിയൊരു ബ്രീഫായിട്ട് പറയാം, എന്താണ് സംഭവം പറയാം. പിന്നെ പറയാം, എനിക്കിപ്പോ സമയം പറയാൻ തിരക്കില്ല, ഞാൻ അങ്ങോട്ട് വരാം, ഇവിടെ 5 മിനിറ്റ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം, വൈകിട്ട് 5 മിനിറ്റ് ശേഷം ഞാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമുക്ക് കാണിക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പോ ഹാൻഡ് വാഷ് ഇപ്പൊ നമുക്ക് നന്നായിട്ട് മൂവിങ് ആണ്. ഇപ്പൊ ചൂടുകാലാണ്, എനർജി നമ്മൾ പൊതുവെ പുറത്ത് പോയി പെട്ടെന്ന് ക്ഷീണിക്കും. അപ്പൊ നാലാമത്തെ ഒരു കാര്യം എനർജിയിലുണ്ട്. എപ്പോഴും കൈവയ്ക്കുക, ഒരു 2-3 നിങ്ങൾ കൈവയ്ക്കുക. നമ്മൾ പലപ്പോഴും കാണാം, തീരെ ആവശ്യമായ ആൾക്കാർ വന്ന് ബസ് സ്റ്റാൻഡിലാണെങ്കിൽ കുറെ നേരം ബസ് കാത്ത് നിൽക്കുമ്പോൾ ആകെ ട്രെയിൻ ആവട്ടോ. നമ്മൾ എടുത്ത് കുടിക്കണം എന്ന് കഴിഞ്ഞാൽ എന്തായാലും തൊണ്ടയിൽ ഇത്തിരി ഇത് വരും, എന്തെങ്കിലും വെള്ളം കിട്ടിയായിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പൊ നമ്മള് സാധാരണ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് കൊടുക്കും, ഇതാ പിടിച്ചു കാര്യമൊന്നുമില്ല, വേറെ അടിച്ചിട്ട് കൊടുക്കുക, അത് തന്നെ എടുത്തോളൂ, ഞാൻ എക്സ്ട്രാ അപ്പൊ ചോദിക്കാം എന്തായിരുന്നു ഇതിങ്ങനെയാണ് മാറുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു എൻട്രി കിട്ടാണ്. ആ എൻട്രി കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളെ സെൽ ചെയ്യുക മാത്രമല്ല, ഈ ആർജിനുള്ള ബിസിനസ് പറയാൻ കൂടി ഒരു എൻട്രിയാണ്. കാരണം നേരത്തെ രാജൻ പറഞ്ഞു, ഈ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോണ കാര്യം ഇന്ന് സാമ്പത്തികമായി. കാരണം ചൈനയിൽ പ്രൊഡക്ഷൻ നിർത്തി. ഒരു 60% പ്രൊഡക്റ്റുകൾ വരുന്നത് ചൈനയിലാണ്. ചൈനയിൽ പ്രൊഡക്ഷൻ ഇല്ല. ഇപ്പോ കാനഡയിലോ അല്ലെങ്കിൽ USA ആണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ എത്താത്തതുകൊണ്ട് മാർക്കറ്റ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്, ഗ്രോസറീസ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇനി വരാൻ പോകുന്നത് ഇതിനും വലിയൊരു വിപത്താണ്. അത് ആരോഗ്യപരമായിട്ടല്ല ഞാൻ പറയുന്നത്, സാമ്പത്തികപരമായിട്ടുള്ള ഒരു വിപത്താണ്. ഈ ഒരു കാര്യം നമ്മൾ ഈ കൊറോണ വന്നു, കൊറോണ പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. ഇപ്പൊ മഴക്കാലമായി, മഴ മാറിയിട്ട് ഞാൻ ഓഫീസിൽ പോകാൻ ആരും പറയില്ലല്ലോ. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നമുക്ക് 100% വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് പ്രശ്നം വരില്ല. കാരണം ആ ഒരു പേടി വരുമ്പോഴാണ് നമ്മുടെ ബോഡി മെറ്റാബോളിസം താഴ്ത്തിക്കാവുന്നത്, നമുക്ക് അസുഖങ്ങൾ വരുന്നത്. ആ പേടിയാണ് മെയിനായിട്ട് നമ്മളെ തളർത്തുന്നത്. നമ്മള് ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ രീതിയിൽ കൊണ്ടുവരാന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്തായാലും ബാഗിൽ ലിപ്സ്റ്റിക്ക് ആവശ്യമില്ലാത്ത എല്ലാം ഉണ്ടാവും. ആവശ്യമില്ലാത്ത ഞാൻ പറയുന്നത് സുന്ദരിമാരായിട്ടിരിക്കണം. പക്ഷെ എന്ത് നിങ്ങൾ വെക്കുന്നു അതിന്റെ എക്സ്ട്രാ വെക്കുക. ഇപ്പൊ വെജൊമേഗ പാക്കറ്റ് വെക്കുക, ഇതിന് വെയിറ്റ് ഒന്നുമില്ലോ, കാറ്റിന്റെ പോലെ വലിയ വെയിറ്റ് ഒന്നുമില്ല. ഇനി അങ്ങനെ വെക്കാൻ ബുദ്ധിമുട്ടാണ്, സ്ട്രിപ്പായിട്ട് വെക്കുക.
പിന്നെ മെന്ന് വെക്കുക, വുമൺ വെക്കുക, എല്ലാത്തിനും 2-3 വെച്ച് വെക്കുക. നിങ്ങൾക്ക് അറിയില്ല എപ്പോഴാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഗ്യാപ്പ് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു ബസ് കാത്ത് നിൽക്കാൻ കുറെ നേരം നിൽക്കേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച്, കാരണം ഇപ്പൊ ബസ്സുകൾ ഓടുന്നില്ല, കുറവാണ്, റെയിൽവേ സ്റ്റേഷനിലും വണ്ടികൾ കുറവാണ്. ഒരുപാട് നേരം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും. ആ നേരം വെറുതെ കാണാൻ നിങ്ങളോട് ഞാൻ ഈ നട്ടപ്പറ വെയിലത്ത് നിങ്ങളോട് ബിസിനസ് ചെയ്യാൻ ഞാൻ പറയില്ല, സെയിൽസിനാകാൻ ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളുടേതായ ആവശ്യത്തിന് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ബാഗിൽ വെച്ചാൽ ഉപകാരമാണോ അല്ലേ? ഉപകാരമാണ്, അതറിയാം എല്ലാവർക്കും. അപ്പൊ അത് ഇത്തിരി എക്സ്ട്രാ കയ്യിൽ വെക്കുക. ഇപ്പൊ മറ്റേ സോഫ്റ്റ് ഉണ്ട്, സോഫ്റ്റ് എക്സ്ട്രാ കയ്യിൽ വെക്കുക. ക്രീം ഉണ്ട്, ക്രീം 2-3 എക്സ്ട്രാ കയ്യിൽ വെക്കുക. അതൊക്കെ ചിലവാകുന്നേ. അത് നിങ്ങൾ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ എന്തായാലും ചിലവാകും. പക്ഷെ നമുക്കൊരു അവസരം നമ്മൾ എടുക്കും. അതിപ്പോ ഇത് വന്നു, ഞാനിത് പറയാൻ പാടില്ല, ഇത് ശരിയല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് നമ്മുടെ ജീവിതമാണ്. നമുക്കിത് കഴിഞ്ഞാൽ, കൊറോണ കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണം. അപ്പോ ഈ ഒരു സമയത്ത് ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് ഹാൻഡ് വാഷ്, ന്യൂട്രി ചാർജ്, എനർജി ഡ്രിങ്ക്. വേറെ ഏതെങ്കിലും തോന്നുന്നു? ഇപ്പൊ നേരത്തെ പറഞ്ഞു, ചവനപ്രാശം പറഞ്ഞു, അതുപോലെ കിഡ്സ് പറഞ്ഞു, തവടങ്ങ പറഞ്ഞു. ഇതാണ് ഡ്രിങ്ക്സ് ചൂടുകാലത്ത് നന്നായിട്ട് പോവും. കേസർ പിസ്ത പോവും, റോസ് സർബത്ത് പോവും, ഓറഞ്ച് പഞ്ച് പോവും. അപ്പൊ എന്താണോ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ പോവുക അതിനെ പറ്റി ചിന്തിക്കുക. മേക്കപ്പ് റിമൂവർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് ചൂട് കൂടുതലായ സമയത്ത് ഒരുപാട് വേർപ്പ് വന്നപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് അതെടുത്ത് തുടച്ചു. അപ്പൊ ഞാൻ പോയ സ്ഥലത്ത് ഒരു കസ്റ്റമറുടെ അടുത്തായിരുന്നു. അപ്പൊ അവരെന്നോട് അത് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കൂന്ന് പറഞ്ഞിട്ട് സാമ്പിൾ പറഞ്ഞ് കൊടുത്തു. എനിക്ക് അവിടെ 2 പാക്കറ്റ് മേക്കപ്പ് റിമൂവർ ചെലവായി. ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോ പറയാതെ പലതും നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത്തരത്തിലൊരു റിസൾട്ട് കിട്ടിയ ആളാണ് ഇപ്പൊ റോബി മാഡം. അപ്പൊ നമ്മൾ ചെയ്ത റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇതിനെ പറ്റി അങ്ങോട്ട് അലച്ച് പഠിച്ച് ഫുള്ളായിട്ട് നമുക്ക് വീട്ടിലിരിക്കാം. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആരെങ്കിലും എന്റെ അടുത്തേക്ക് വരട്ടെ, എന്നെ വിളിക്കട്ടെ, അപ്പൊ ഞാനിത് പറഞ്ഞു കൊടുക്കാമെന്നൊരു കാര്യമില്ല. ഇപ്പൊ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഏപ്രില്, മെയ് ആ സമയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവാം. അല്ല ഇപ്പൊ കൊറോണ വന്നു, കൊറോണ പോയിട്ട് നമുക്ക് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടി ആവില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ ഇങ്ങനത്തെ ചെറിയ കുറച്ച് ടിപ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഒരുപാട് ഈ എനർജി ഡ്രിങ്ക് ഒക്കെ കൊണ്ടുപോകുമ്പോൾ എല്ലാ വെയിറ്റ് ഉണ്ടാ, ഒരു വെയിറ്റ് എന്താ ഒരു ബാഗ് എക്സ്ട്രാ ആയിട്ട് കുഴപ്പമൊന്നുമില്ല. അതിൽ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ഇടുക. വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ മനസ്സിൽ വരുന്നില്ല. വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ ഒരു ചൂടുകാലത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ? റോസ് സർബത്ത് ഞാൻ പറഞ്ഞു, ഡ്രിങ്ക്സ്, റോസ് സർബത്ത് പറഞ്ഞു. വേറെ എന്തെങ്കിലും? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയ വേണം. ഞാൻ പറയുന്നത് എന്റെ ഐഡിയ ആണ്. അതുപോലെ ഈ ഒരു സമയത്ത് ചെലവാകും എന്ന് തോന്നുന്ന ഒരു ഉൽപ്പന്നം ഏതെങ്കിലും ചെലവാകും. ടെക്മാക്സ് സോപ്പ് നല്ലതാണ്. ടെക്മാക്സ് സോപ്പ് നന്നായിട്ട് ചെലവാകും. ഹാൻഡ് വാഷ് നന്നായിട്ട് ചെലവാകും. അപ്പൊ അത് ഏത് കറക്റ്റ് ടൈമിൽ ഏത് ആൾക്ക് വേണം എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. അപ്പോ അതിനനുസരിച്ച് എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറുക. അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോവുക. ഇപ്പൊ കൊറോണ വന്നു, ഇനി കുറച്ച് കഴിഞ്ഞാൽ പ്രളയം വരും. ഇപ്പൊ എല്ലാ കൊല്ലം ഉണ്ട്. ഡേറ്റ് ഒക്കെ കണ്ടാ പോയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. ഈ കൊല്ലം ഈ സമയത്ത് പ്രളയം വരുന്നുള്ളത്. അപ്പൊ അത് വന്നാൽ നമ്മൾ ഇതാക്കി എത്ര ഉള്ളോ അത് വന്നു, അത് തീർന്നു. അത് വരും, ഇനിയും വരും. ഇപ്പൊ കാര്യങ്ങളൊക്കെ മോശമായിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ തളരരുത്. കൊറോണയല്ല എന്ത് വന്നാലും നമ്മൾ തളരരുത്. നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നമ്മുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുന്നേ ചെയ്താൽ എനിക്ക് സ്പീഡിൽ ചെയ്യുക. കാരണം ഇനി വരുന്ന കുറച്ച് നാളുകൾ നമുക്ക് എക്കണോമിക്കലി ഭയങ്കര ടഫായിരിക്കും. അത് ഏതൊരു ജോലി സാധ്യതയാണെങ്കിലും. പൊതുവെ ജോലി ഇല്ല. ഇനി വരുന്ന സ്ഥലത്തൊക്കെ ശമ്പളം കിട്ടാൻ ആൾക്കാരെ വർക്ക് ചെയ്തല്ലേ. ഇപ്പൊ എല്ലാവർക്കും ഒന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് പറ്റും, സോഫ്റ്റ്വെയർ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റും. പക്ഷേ ഒരു എഞ്ചിനീയർ, ഒരു ഫിസിക്കൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പറ്റില്ല. ഗോഡൌണിൽ പോയി സ്റ്റോക്ക് അങ്ങനെ പറ്റില്ല. വണ്ടി ഓടിച്ചു വരുന്ന ഒരാൾക്ക് പറ്റില്ല. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രശ്നങ്ങൾ വരും. ഇപ്പോ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് സംരക്ഷണമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് വാട്സ്ആപ്പ് സ്റ്റാറ്റസുകള്, ഫേസ്ബുക്ക് സ്റ്റാറ്റസുകള്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോവാം. ഇതുപോലെയുള്ള ചെറിയ വീടുകളിൽ ഒത്തുകൂടല് അതൊക്കെ നമുക്ക് ആവാം. വലിയ രീതിയിലുള്ളത് വേണ്ട, കാരണം വലിയ രീതിയിൽ നമുക്ക് അറിയില്ല. അപ്പോൾ നല്ല സുരക്ഷിതമായ വാതാവരണത്തിൽ നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, നിങ്ങളുടെ ടീമിനോട് പറയാ എങ്ങനെ നമുക്കിത് കൊണ്ടുപോകാം, ഒരു ചർച്ച വെക്കുക, അത് കുറച്ചും കൂടി ശക്തീകരിക്കുക. കാരണം നമ്മൾ പോരാടുന്നത് ഇതിനെതിരെ മാത്രമല്ല, അടുത്ത കുറച്ച് കാലത്തിന് ഇടയ്ക്ക് നമുക്ക് എന്തൊക്കെ വരാൻ പോകുന്നു അതിനെതിരെയാണ്. അപ്പൊ അത് മനസ്സിൽ വെച്ച് പോരാടുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം
നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ. ഇതിലൂടെ ഒരുപാട് നല്ല ചിന്തകൾ കിട്ടി. നിങ്ങൾക്ക് ഈ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റട്ടെ എന്നും ആരോഗ്യവാന്മാരായിരിക്കാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം, നിങ്ങളുടെ സമൂഹത്തിന്റെ ആരോഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാത്തു സൂക്ഷിക്കാനും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ ഒരു സെഷനിലൂടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്നിവിടെ വന്ന എല്ലാവർക്കും നന്ദി. ഒപ്പം തന്നെ ഇന്ന് നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഓരോ ഉൽപ്പന്നത്തെ പറ്റിയിട്ട് നമ്മുടെ ന്യൂട്രിചാർജ് വിഭാഗത്തിലെ എല്ലാ ഉൽപ്പന്നത്തെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കും നമ്മുടെ സമൂഹത്തിനും ഗുണം ചെയ്യുന്ന രീതിയിൽ പറഞ്ഞ ഡോക്ടർ ആനന്ദ് സാർ നല്ലൊരു കഴിയുകയാണ്.